5-ാമത്തെ ആയത്താണ്. യാ യുന്നാസു ജനങ്ങളെ, കുന്തും നിങ്ങളാണെങ്കിൽ ഫി റൈബിൻ സംശയത്തിലാണെങ്കിൽ, മിനൽ ബഅസി ബഅസിനെ തൊട്ട് ഉയർത്തെഴുന്നേൽപ്പ് അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ, ഫ ഇന്നാ ഖലഖ്നാകും മിൻ തുറാബിൻ നിശ്ചയമായിട്ടും നിങ്ങളെ നാം മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്. സുമ്മ മിൻ നുത്ഫത്തിൻ പിന്നെ ശുക്ലകണത്തിൽ നിന്ന്, സുമ്മ മിൻ അലക്കത്തിൻ പിന്നെ രക്തകഷ്ണത്തിൽ നിന്ന്, സുമ്മ മിൻ മുളകത്തിൻ പിന്നെ മാംസകഷ്ണത്തിൽ നിന്ന്, മുഹല്ലക്കത്തിൻ വഗൈരി മുഹല്ലക്കത്തിൻ രൂപം പൂണ്ടതും അല്ലാത്തതുമായ മാംസപിണ്ഡം, ലിനുബയ്യിന ലക്കും നിങ്ങൾക്ക് നാം വ്യക്തമാക്കി തരാൻ വേണ്ടി, വനുക്കിറു ഫിൽ അർഹാമി മാ നശാഉ ഗർഭാശയത്തിൽ നാം ഉദ്ദേശിച്ച അത്ര സമയം നാം നിങ്ങളെ പാർപ്പിക്കും, ഇല അജലിം മുസമ്മ നിശ്ചിതമായ അവധി വരെ ഗർഭപാത്രത്തിൽ, സുമ്മ നുഖ്രിജുക്കും തുഫ്ല പിന്നെ ഒരു മനുഷ്യ ശിശുവായി നാം നിങ്ങളെ പുറപ്പെടുവിക്കുകയും ചെയ്യും, സുമ്മലി തുബലുഹു അശുദ്ധക്കും പിന്നെ നിങ്ങൾ നിങ്ങളുടെ യൗവനം പ്രാപിക്കും, വമിൻകും മൻ യുതവഫ പിന്നെ ചില ആളുകൾ പെട്ടെന്ന് മരിച്ചു പോകും, വമിൻകും മൻ യുറദ്ദു ഇലാ അർദലിൽ ഉമർ വാർദ്ധക്യ സഹജമായ ചന്നിയും അത്തും വിത്തൊക്കെ അവിടെ വരെ ജീവിക്കുന്നവരുമുണ്ട്. എല്ലാവരും ഒരേപോലെ അല്ല. അങ്ങനെ ചന്നി ആയിക്കഴിഞ്ഞാൽ ഈ കൈലായ അലമ മിംബാദി ഇൽമിൻ ഷെയ്യ എല്ലാം അറിഞ്ഞിരുന്നതിൻ്റെ ശേഷം ഒന്നും അറിയാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. ചെന്നിയായിട്ടുണ്ടെങ്കിൽ അറിയില്ല, വിവരം ഉണ്ടാവില്ല, കുട്ടികളെക്കാട്ടിലും കട്ടാവും. നാട്ടിലെല്ലാവർക്കും ബുദ്ധി ഉപദേശിച്ചിരുന്ന ആൾ പിന്നെ ഒന്നും അറിയാൻ പറ്റാത്ത ഒരവസ്ഥയ്ക്കായി മാറും. അതാണ് ചന്നി. ചിലരെ അങ്ങനെ അങ്ങോട്ടെത്തിക്കും. വതറൽ അർള ഹാമിദത്തൻ ഈ ഭൂമി ഒരു വരണ്ട ഭൂമിയായിട്ട് നീ കാണും. വേനൽക്കാലത്ത് പുല്ലുകളില്ല, സസ്യലതാദികളില്ല, ഉണങ്ങി മൃതാവസ്ഥയിൽ നിർജീവമായ അവസ്ഥയിൽ ഭൂമിനെ നീ കാണും. ഫൈദ അൻസൽന അലൈഹിൽ മാ ആ ഭൂമിയുടെ മേൽ നാം വെള്ളം ഇറക്കിയാൽ, മഴ വർഷിപ്പിച്ചാൽ, ഇഹ്തസ്സത്ത് ആ ഭൂമിയിൽ തുടിപ്പുണ്ടാകും ജീവൻ്റെ. വറബത്ത് ആ ഭൂമി വളർന്ന് ചീർക്കും. വഅംബതത് മിൻ കുല്ലി സൗജിൻ ബഹീജ് എല്ലാ സുന്ദരമായ ഇനങ്ങളിൽപ്പെട്ട സസ്യലതാദികളെയും ഭൂമി മുളപ്പിക്കും. ജീവൻ്റെ തുടിപ്പ് ഭൂമിയിൽ ഇങ്ങനെ ഇളക്കം വെക്കണം. നിങ്ങൾക്ക് കാണാം, നിർജീവമായി ചത്തു കടന്നിരുന്ന ഭൂമിയിൽ മഴ വർഷിച്ചാൽ എല്ലാ കൊല്ലം നിങ്ങൾ കാണുന്നൊരു പ്രതിഭാസമാണ്. അതുകൊണ്ട് അല്ലാഹു തആല മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയും. ദാലിക ഈ പറഞ്ഞ വസ്തുത ബി അന്നല്ലാഹു ഹുവൽ ഹഖ് അല്ലാഹു തആല സത്യമാണെന്നത് കൊണ്ടാണ്. വ അന്നഹു യുഹ്യിൽ മൗത അവൻ മരിച്ചവരെ നിശ്ചയമായും ജീവിപ്പിക്കും എന്നതുകൊണ്ടുമാണ്. വ അന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ അവൻ എല്ലാറ്റിനും കഴിവുറ്റവനാണെന്നത് കൊണ്ടുമാണ്. വ അന്ന സാഅത ആതിയത്തുൻ നിസംശയം അന്ത്യദിനം വരിക തന്നെ ചെയ്യും. ലാ റൈബ ഫിയാ സംശയമേ വേണ്ട. വ അന്നല്ലാഹ യബ്അസു മൻ ഫിൽ ഖുബൂർ ഖബറിൽ മരിച്ചു കിടക്കുന്ന ആളുകളൊക്കെ അല്ലാഹു തആല ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യും. 5 കാര്യത്തിനുള്ള തെളിവാണ്. അല്ലാഹു തആല സത്യമാണ്, അല്ലാഹു തആല എല്ലാറ്റിനും കൈവിട്ടവനാണ്, അല്ലാഹു തആല മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയുന്നവനാണ്, അന്ത്യനിമിഷം സമാഗതമാവുക തന്നെ ചെയ്യും, ഖബറാളികളൊക്കെ അല്ലാഹു തആല ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യും. അതിൻ്റെ തെളിവുകളാണ് ഈ പറഞ്ഞതൊക്കെ. ഏതാ പറഞ്ഞത്? ആകത്തുക 2 തെളിവാണ്. ഒന്ന് മനുഷ്യൻ്റെ സൃഷ്ടി, മണ്ണിൽ നിന്നും മനുഷ്യനെ സൃഷ്ടിച്ചു എന്നതാണ് ഒന്നാമത്തെ തെളിവ്. രണ്ടാമത്തേത് വേനൽക്കാലത്ത് ചത്ത് കിടക്കുന്ന നിർജീവമായ ഭൂമിയെ മഴ വർഷിപ്പിച്ചുകൊണ്ട് അല്ലാഹു തആല സജീവമാക്കുന്നു, ജീവസുറ്റതാക്കുന്നു എന്നത്. ഇത് രണ്ടുമാണ് തെളിവ്. എങ്ങനെയുണ്ട് തെളിവ്? വളരെ ഗംഭീരമായ തെളിവാണ് മോമിനികളെ. മനുഷ്യൻ്റെ ആ ഭ്രൂണത്തിൻ്റെ പരിണാമഘട്ടങ്ങൾ അന്നത്തെ കാട്ടറബികൾക്ക് പോലും അറിയുന്ന ചില ഘട്ടങ്ങളാണ് ഇതിൽ പറഞ്ഞത്. ഇന്ന് ശാസ്ത്രവും സയൻസൊക്കെ വളരെ വർദ്ധിച്ച് ഓരോ സെക്കൻഡിലും ഭ്രൂണത്തിന് സംഭവിക്കുന്ന പരിണാമങ്ങളും കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരു കാലഘട്ടത്തിലാണ് എന്നുള്ളത്. അത് വെച്ച് നോക്കുമ്പോൾ ഭയങ്കരമാണ്. മനുഷ്യൻ്റെ സ്വന്തം സൃഷ്ടി, ഇല്ലായ്മയിൽ നിന്ന് മനുഷ്യനെ ഉണ്ടാക്കി, മനുഷ്യൻ ആദ്യം ജീവൻ നൽകി അല്ലാഹു തആലക്ക് ആ ഉണ്ടായിരുന്നവനെ വീണ്ടും മടക്കാൻ കഴിയോ ഇല്ലേ എന്നുള്ളതാണ് ചോദ്യം. ഖുർആൻ എല്ലായിടത്തും അങ്ങനെയാണ് ഈ ചോദ്യത്തെ സമീപിച്ചത്. ഇപ്പോൾ സൂറത്ത് യാസീനിൽ ഇതിങ്ങനെ പറയുന്നുണ്ട്. തഫ്സീലൊക്കെ ആയത്തൊക്കെ കൊടുത്തിട്ടുണ്ട്. വളറബ ലനാ മസലൻ അവൻ നമ്മളോട് ഉദാഹരണങ്ങൾ പറയുന്നു. വനസിയ ഖൽഖഹു അവൻ്റെ സൃഷ്ടി അവൻ വിസ്മരിക്കുകയും ചെയ്യുന്നു. മനുഷ്യനെ എങ്ങനെയാണ് സൃഷ്ടിച്ചതെന്നുള്ളവൻ മറക്കുന്നു. കാല എന്നിട്ട് അവൻ ചോദിക്കുന്നു, മൻ യുഹിയിൽ ഇളാമോ വയ്യ റമീം ഈ അസ്ഥികളൊക്കെ ദ്രവിച്ചാൽ ആരാ ജീവിപ്പിക്കാൻ? എല്ലൊക്കെ ദ്രവിച്ചു പോയാൽ
ആര് ജീവിപ്പിക്കുന്നതാണ് വലിയ ചോദ്യം. കുൽ നബി അങ്ങ് പറയണം, യുഹ്യീഹല്ലദീ അൻശഅഹ അവ്വല മറ, ആദ്യ ടൈമിൽ ആരാണോ അതിനെ ഉണ്ടാക്കിയത് അവൻ തന്നെ ജീവിപ്പിക്കും. ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, വലൈസല്ലദീ ഖലഖസ്സമാവാതി വൽ അർള, ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ച തമ്പുരാനല്ലയോ, ബിഖാദിരിൻ കൈവുള്ളവനല്ലയോ, അലാ അൻ യഖ്ലുഖ മിഥ്ലഹു, ഇവനെ പോലത്തവനെ സൃഷ്ടിക്കാൻ. അങ്ങനെ തന്നെയല്ലേ അർത്ഥം വെച്ചെങ്ങനെ ഓതും ഭയക്കണുണ്ടോ? യുഹിയാന്നോ യഖ്ലുഖാന്നോ? ബലാ വഹുവൽ ഖല്ലാഖുൽ അലീം, അതേ അവൻ സർവജ്ഞനായ സൃഷ്ടാവാണ്, അവന് കഴിയും. ഇങ്ങനെ യാസീനിൽ ഇങ്ങനെ വളരെ ഗംഭീരമായിട്ടാണ് ഈ യുക്തിവാദികൾക്കുള്ള, ഈ പരലോക നിഷേധികൾക്കുള്ള, യുക്തിവാദികളെന്നല്ല പരലോക നിഷേധമാണ് പലർക്കും ഉണ്ടായിട്ടുള്ളത്. മക്കത്തുള്ള മുശ്രിക്കീങ്ങൾക്ക് അധികം ഉണ്ടായത് അതാണ്. അള്ളല്ല എന്ന് പറഞ്ഞിട്ടില്ല, പരലോകമല്ല, മരിച്ചുപോയ മനുഷ്യന്മാർ പിന്നെ ജീവിക്കേ. ഇതാക്കുന്ന ഇളാമൻ ഇതാക്കുന്ന തുറാബൻ വ ഇളാമൻ അയിന്നാലമബൂൻ വകാനൂ യുസ്റൂന അലൽ ഹിൻസിൽ അദീം, അതിഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ അവർ ഉറച്ചു നിൽക്കുന്നവരായിരുന്നു. യാതൊരു കുറ്റബോധവും പശ്ചാത്താപവും ഇല്ലാതെ കുറ്റത്തിൽ ഉറച്ചു നിൽക്കും. വയക്കൂലൂന, എങ്ങനെ ചോദിക്കും, ഐദാ മിത്ന, നാം മരിച്ചു കഴിഞ്ഞാൽ, വകുന്ന ഇളാമും വ തുറാബൻ, അൽവാക്കിയൻ്റെ ആയത്താണ് അത്. എങ്ങനെ റഫീഖുൽ അങ്ങനെ തന്നെയല്ലേ, ഐദാ മിത്ന വകുന്ന തുറാബൻ വ ഇളാമൻ ഇന്നാ ലമബ്ഊസൂൻ, നാം എല്ലും മണ്ണുമായി കഴിഞ്ഞാൽ വീണ്ടും നാം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമോ? ഇതവർ ചോദിക്കുന്നു. ഒരുപാട് സ്ഥലത്തുണ്ട് ഇവരുടെ ഈ നിഷേധം. അൽവാക്കിയ സൂറത്തിൽ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ആയത്തിൽ ആ നിഷേധത്തിൻ്റെ, പരലോകത്തെ നിഷേധിക്കണേൻ്റെ ഒരു ഐഡിയയും പറയുന്നുണ്ട്. കാരണം അവർക്ക് ഗുരുതരമായ കുറ്റങ്ങളിൽ ഉറച്ചു നിൽക്കണം, വെല്ലും ബ്രേക്കില്ലാത്ത ജീവിതം നയിക്കണം. കടിഞ്ഞാണില്ലാത്ത ഒരു ജീവിതം ഇവിടെ ദുനിയാവിൽ നയിക്കണമെങ്കിൽ പരലോകം ഇല്ലാന്ന് വരണം. പരലോകമുണ്ട്, ഹിസാബുണ്ട്, വിചാരണ ഉണ്ട് എന്ന് പറഞ്ഞാൽ കടിഞ്ഞാനുണ്ടാവും. ജീവിതത്തിന് കടിഞ്ഞാണ് വേണ്ടി വരും. അൽവാക്കിയിൽ അങ്ങനെയാണ് പറയുന്നത്. അവിടെ മറുപടി തന്നെയാണ്, കുൽ ഇന്നൽ അവ്വലീന വൽ ആഖിരീന മബ്ഊസൂന ഇലാ മീഖാതി യൗമിൻ മഅലൂം, ആദ്യകാലക്കാരും അവസാന കാലക്കാരും ഒക്കെ ഒരു നിർണിതമായ ദിനത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടുക തന്നെ ചെയ്യുന്നു പറഞ്ഞാൽ നബി അവരോട് എന്നാണ് അൽവാക്കിയ സൂറത്തിൽ അല്ലാഹു തആല പറയുന്നത്. എന്താ തെളിവ്? മരിച്ചുപോയി മണ്ണായി പോയ ആളുകൾ അല്ലാഹു തആലക്ക് വീണ്ടും ജീവിപ്പിക്കാൻ കഴിയുമെന്ന് ചോദിച്ചതിൻ്റെ മറുപടി എന്താണ്? ആദ്യം സൃഷ്ടിച്ചാലും മേലൊന്നുമില്ലല്ലോ. എവിടുന്ന തുടക്കം? മണ്ണിൽ നിന്നാണ് അല്ലേ? മണ്ണിൽ നിന്നാണ് പറഞ്ഞാൽ ആദം നബി അലൈഹി ഇസ്ലാമിനെ അല്ലാഹു തആല സൃഷ്ടിച്ച മണ്ണിൽ നിന്നാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു തഫ്സീർ. വേറെയും തഫ്സീറുണ്ട്, നമുക്ക് വളരെ ലളിതമായൊരു തഫ്സീർ അതാണ്. അത് സൂറത്ത് തൻസീലു സജദയിൽ അല്ലാഹു തആല ഇങ്ങനെ പറയുന്നുണ്ട്, വബദ ഖൽഖൽ ഇൻസാന മിൻ തീൻ, മനുഷ്യൻ്റെ സൃഷ്ടിയെ അല്ലാഹു തആല അതിൻ്റെ തുടക്കം ചളിമണ്ണിൽ നിന്ന് അല്ലാഹു തആല തുടങ്ങി. തുമ്മ സവ്വാഹു വനഫഖ ഫീഹി മിൻ റൂഹി, ആ മണ്ണ് കൊണ്ട് ശരിപ്പെടുത്തുകയും അതിലേക്ക് തൻ്റെ റൂഹിനെ അല്ലാഹു തആല ആവാഹിക്കുകയും ചെയ്തു. സുമ്മ ജഅല നസ്ലഹു മിൻ സുലാലത്തിൻ മിൻ മഹീൻ, പിന്നെ ആ മനുഷ്യൻ്റെ വംശത്തെ വളരെ ദുർഗന്ധം വമിക്കുന്ന വളരെ മോശപ്പെട്ടൊരു വെള്ളത്തിൻ്റെ സത്തിൽ നിന്നാക്കുകയും ചെയ്തു. മനുഷ്യൻ അറപ്പും ചടിപ്പുമുള്ള ദേഹത്തോ വസ്ത്രത്തിലൊക്കെ ആയ മനുഷ്യന്മാർക്ക് അറപ്പാണ്. അങ്ങനെയുള്ള മഹീനായ ദുർഗന്ധം വമിക്കുന്ന ഒരു വെള്ളത്തിൻ്റെ സത്തിൽ നിന്നാണ് വംശത്തെ, അതിപ്പോൾ വംശം തന്നെ നമ്മളാണ്. തുടക്കം എന്തിൽ നിന്നാണ്? മണ്ണിൽ നിന്നാണ് അല്ലേ? ആ മണ്ണിൽ ജീവനുണ്ടോ? ആ മണ്ണിൽ നിന്ന് എങ്ങനെ പിന്നെ ജീവൻ ഉണ്ടായത്? മണ്ണിൽ ജീവൻ്റെ വലിയ കാര്യങ്ങളുണ്ടോ? ആ മണ്ണുണ്ടല്ലോ ആദം നബി ഇസ്ലാമിനെ ഉണ്ടാക്കി. പിന്നെ എങ്ങനെ ആദം നബിക്ക് ജീവൻ ഉണ്ടായത്? അല്ലാഹ് ജീവൻ ഊതി കൊണ്ടാണ്. വേണമെങ്കിൽ മനസ്സിലാക്കിക്കോളി. അല്ലാതെ കുരങ്ങ് ഇങ്ങനെ വാല് മുറിഞ്ഞാണ്ട് ഇങ്ങനെ ഉണ്ടാകാനൊന്നും പറ്റൂല. അത് അങ്ങനെ ഉണ്ട് കുരങ്ങേ, വളരെ എളുപ്പമാണല്ലോ. മാഷന്മാരൊക്കെ ഇരിക്കുന്നുണ്ട്, എന്നോടൊക്കെ ചില മാഷന്മാരൊക്കെ പറയലുണ്ട്, വളരെ മനസാക്ഷിക്കുത്തോടു കൂടെയാണ് അതൊക്കെ പഠിപ്പിച്ചു നോക്കല്. ഈ ഡാർവിൻ്റെ ഈ പരിണാമ സിദ്ധാന്തമൊക്കെ ഉണ്ടല്ലോ, മനുഷ്യനാണെങ്കിലും ഈ ലോകമാണെങ്കിലും പണ്ടൊക്കെ പണ്ടേയുണ്ട് ഇതിങ്ങനെ പരിണമിച്ച് അത്ര മനസാക്ഷിക്കുത്തോടു കൂടെയാണ് അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കല്. നമുക്കത് മുർത്തതാണ്, വാദമാണ്. പക്ഷെ നമ്മൾ കുട്ടികൾക്കത് പരീക്ഷയ്ക്ക് എഴുതിയേ പറ്റുള്ളൂ അല്ലേ? അങ്ങനല്ല മാഷേ? മണി മനസ്സിലാക്കിക്കോളൂ. മുർത്തതാണ് കുറേ വാദങ്ങൾ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പം എന്താ പിന്നെ ഒന്നും മുറിഞ്ഞു പോകാത്തത്? പണ്ടൊരു വാലോട് മുറിഞ്ഞാട് കുരങ്ങ്, അതുകൊണ്ട് പിന്നെ ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർ ഒരു കുരങ്ങും മനുഷ്യനായിട്ടൊരു വാലിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നാണ് ഇവർ പറയുന്നത്. മനുഷ്യനെ കുരങ്ങാക്കുന്ന പരിപാടി പറഞ്ഞാൽ അത് തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടാവായ അള്ളാഹ് പറയാണ് മണ്ണെന്നാ സൃഷ്ടിച്ചത്. അള്ളാഹ്ക്ക് അതിന് കഴിയും. ആ അള്ളാഹിൻ്റെ കയ്യിലാണ് ജീവൻ. ആ അള്ളാഹു തആലക്ക് ഇനി മണ്ണായി പോയാലും വീണ്ടും ജീവിപ്പിക്കാനും കഴിയും.
ഇനി മണ്ണിൻ്റെതൊക്കെ അവിടെ നിൽക്കട്ടെ മുഅ്മിനീങ്ങളെ, നിങ്ങളല്ലാത്തന്നെ നോക്കിയാണ് നിങ്ങൾ. തുമ്മ ജഅല നസ്ലഹു മിൻ സുലാലത്തിൻ മിൻ മാഇൻ മഹീൻ. പിന്നീട് മനുഷ്യൻ്റെ വംശത്തെ ദുർഗന്ധം വമിക്കുന്ന വെള്ളത്തിൻ്റെ സത്തുന്നാക്കി എന്ന് പറഞ്ഞല്ലോ. ഇവിടെ അത് പറയണത് ഇങ്ങനെയാണ്. എന്താ പറഞ്ഞത്? ഇന്നാ ഖലഖനാകും മിൻ തുറാബിൻ, നിങ്ങളെ നാം മണ്ണെന്ന് പടച്ചു. സുമ്മ മിൻ നുതുഫത്തിൻ, പിന്നെ ശുക്ലകണത്തിൽ നിന്ന്. സുമ്മ മിൻ അരക്കത്തിൻ, പിന്നെ രക്തക്കട്ടയിൽ നിന്ന്. സുമ്മ മിൻ മുളകത്തിൻ, പിന്നെ മാംസ കഷ്ണത്തിൽ നിന്ന്. മുഹല്ലക്കത്തിൻ സമ്പൂർണമായ രൂപമുള്ളതും വൈരി മുഹല്ലക്കത്തിൻ അല്ലാത്തതും രണ്ടായിട്ടുണ്ട്. ഈ ശുക്ലകണം പിന്നെ എന്താകുന്നു? രക്തക്കട്ടയാകുന്നു, പിന്നെ മാംസക്കട്ടയാകുന്നു. ആ മാംസക്കട്ട പൂർണ്ണ വൈകല്യങ്ങളൊന്നും ഇല്ലാത്ത അങ്ങനത്തെ ഉണ്ട്, വൈകല്യങ്ങളും ഉണ്ട്. ഗർഭപാത്രത്തിൽ പോകുമ്പോഴേ ഇതൊക്കെ ഇങ്ങനത്തെ ഒരു പരിണാമങ്ങളൊക്കെ ആ ഭ്രൂണത്തിനുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അന്ന് പരിചിതമായിട്ടുള്ള അവസ്ഥകളാണ്. മനസ്സിലാക്കിയോളൂ. ആ ഭാഷയിലാണ് ഖുർആൻ പറയണത്. ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഓരോ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ ഇതിങ്ങനെ പോകുമ്പോഴേ രക്തക്കട്ട കണ്ടിട്ടുണ്ട്, ഇറച്ചിക്കട്ട കണ്ടിട്ടുണ്ട്. ഇപ്പോഴങ്ങനെ കണ്ടാൽ എന്താ ചെയ്യേണ്ടത് എന്നുള്ള വിധിയൊക്കെ നമ്മൾ കിതാബിൽ പറയുന്നുണ്ട്. 4 മാസമാണ് അതിൻ്റെയൊക്കെ മുമ്പ് ഒരു രക്തക്കട്ടകൾ വന്നു. അതെന്ത് ചെയ്യണം? കുളിപ്പിച്ചണോ? നിസ്കരിച്ചണോ? അല്ലെങ്കിൽ ഇറച്ചിക്കട്ട വന്നു. അങ്ങനെയൊക്കെ പണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ അറബിക്കൊക്കെ അത് അറിയാം. അല്ലാതെ മെഡിക്കലും സയൻസൊന്നും പഠിച്ചിട്ടുള്ള അറിവൊന്നുമല്ല. ആ അറബികളോടാണ് ഈ പറയേണ്ടത്. ചിലത് മുഹല്ലക്കത്ത് ഉണ്ടാവും, ചിലത് മുഹല്ലക്കത്ത് അല്ലാത്തതുണ്ടാവും. മുഹല്ലക്കത്ത് പറഞ്ഞാൽ സമ്പൂർണ്ണമായിട്ട് എല്ലാ തികവും ഉള്ളത്. അല്ലാത്തതില്ലേ ഗർഭപാത്രത്തിൽ ഇങ്ങോട്ട് ഡോക്ടർമാരൊക്കെ ചോദിക്കലാണ്. അതിന് ഡോക്ടർമാരല്ല ചോദിക്കുക. പിന്നെ ഇങ്ങനെയാണ് ഇപ്പോൾ പറയണത്. അതിന് തേച്ചില്ല, അതിനെടുത്ത് ഒഴിവാക്കാൻ പറയുന്നുണ്ട്. ആ കുട്ടി ജനിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ്, അതുകൊണ്ട് തന്നെ ഒഴിവാക്കണം. അപ്പോൾ നമ്മളെടുത്ത് ഒഴിവാക്കാൻ പറ്റുമോ എന്ന് എത്ര ചോദിച്ചു കാര്യങ്ങൾ ഇല്ലേ? അതാണ് ഒരു മുഹല്ലക്കത്ത്. 4 മാസമേയുള്ളൂ. ആ കുട്ടി ഭയങ്കര കോംപ്ലിക്കേറ്റഡാണ്, പ്രശ്നമാണ്, ഒഴിവാക്കണം. അത് ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയും കൊടുക്കും, നിങ്ങളും കൊടുക്കും. ചിലതോ മുഹല്ലക്കത്ത്, എല്ലാ തികവുള്ളത്. ഫസ്റ്റ് മാസം തന്നെ പിന്നെ ഈ ഹൃദയത്തിൻ്റെ സ്തംഭനമൊക്കെ തുടങ്ങുമല്ലോ മുഅ്മിനീങ്ങളെ. തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ വായിച്ചിട്ടുണ്ട്. തലച്ചോറുണ്ടാണ് 1-2 മാസം കൊണ്ടേ തലച്ചോറ്, ഹാർട്ട് സംഗതികളൊക്കെ തുടങ്ങും. 4-ാം മാസത്തിൽ റൂഹ് തന്നെ മുന്നേ ഹൃദയത്തിൻ്റെ മിടിപ്പ് തുടങ്ങുന്നതാണ്. 1-ാമത്തെ മാസത്തിൽ എവിടുന്ന വരുന്ന നിങ്ങൾക്കറിയോ? മിന്നുത്തുഫത്തിൻ, ശുക്ലകണത്തിൽ നിന്ന്. ശുക്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ശ്രവിക്കുന്ന ശുക്ലം എന്നായിട്ട് കുട്ടി കാണുന്നതാണ് പലരുടെയും ധാരണ. നിങ്ങൾ കേൾക്കണം. ഞാൻ വായിച്ചിട്ടുണ്ട്, ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, ഞാനെപ്പറ്റി പഠിച്ചിട്ടുണ്ട്. ഈ ശുക്ലത്തിൽ കോടിക്കണക്കിന് ബീജങ്ങളാണ് പുരുഷൻ്റെ. ഒരു തുള്ളി ശുക്ലത്തിൽ 10 കോടി ബീജമൊക്കെ ഉണ്ടാവുമെന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. ആരെങ്കിലും എഴുതിയൊന്നുമല്ല. 10 കോടി. അതിലൊരു ബീജമാണ് സ്ത്രീൻ്റെ അണ്ടുമായിട്ട് കൂടിച്ചേരുന്നത്. അതാണ് ഈ നുതുഫത്ത് ഉണ്ടാക്കി. അത് ഖുർആൻ തന്നെ ആയിട്ടുള്ള സൂചന ഉണ്ട്. മിൻ സുലാലത്തിൻ മിൻ മാഇൻ മഹീൻ, ദുർഗന്ധം വമിക്കുന്ന വെള്ളത്തിൽ നിന്നല്ല, വെള്ളത്തിൻ്റെ സത്തിൽ നിന്ന്. സുലാലത്ത് പറഞ്ഞ സത്ത് എന്നാണ്. വളരെ മനസ്സിലാക്കിയോളൂ. എന്താണ് ആ ബീജം? കോടിക്കണക്കിന് ബീജം. സ്ത്രീക്കും ലക്ഷക്കണക്കിന് അണ്ടങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഒരു അണ്ടവും ഒരു ബീജവും മാത്രമാണ് കുട്ടി ഉണ്ടാകുന്ന പ്രക്രിയയിൽ പങ്കാളികളാണത്. ഈ ബീജം ഉണ്ടാകുന്നത് പുരുഷൻ്റെ വൃഷണത്തിലാണ്. മനസ്സിലാക്കണം. വൃഷണത്തിലുള്ള ഈ ബീജം എടുക്കത്തിന് നമുക്കറിയാം. അണ്ടത്തിനെ പിടിക്കാൻ വേണ്ടി ഈ സ്ത്രീക്കുണ്ടാകുന്ന അണ്ടം ചെന്നിട്ട് ഗർഭപാത്രത്തിലുമല്ല, ഒരു അണ്ടാശയം, ഒരു അണ്ടവാഹിനി എന്ന് പറഞ്ഞിട്ടൊരു കോയിലുണ്ടല്ലോ, ഫലോപ്യൻ നാളി എന്നാണ് ഇവർ ശാസ്ത്രമായി പറ്റി വിളിക്കുന്നത്. അവിടെയാണുള്ളത് ഇങ്ങനെ ഉണ്ടാകുക. അവിടെ പോയിട്ട് ഈ അണ്ടത്തിനെ ഇതിങ്ങോട്ട് പിടിച്ചു. ആര്? ഇങ്ങോട്ട് പോലും ഉണ്ടാവും കൊണ്ട്. അതാണ് സൂറത്ത് ഇൻസാൻ അല്ലാഹു തആല ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംഷാജിൻ, കൂടിച്ചേർന്ന ആണിൻ്റെയും പെണ്ണിൻ്റെയും കൂടിച്ചേർന്ന ശുക്ലകണത്തിൽ നിന്ന് മനുഷ്യനെ നിങ്ങളും മനസ്സിലാക്കണം. ഇതൊക്കെ ഖുർആൻ പറയുന്ന കാലത്ത് ഇതിനെപ്പറ്റിയൊന്നും യാതൊരു അറിവ് അന്നത്തെ ലോകത്തിലുണ്ടായിരുന്നില്ല. പെണ്ണിന് യാതൊരു സംഗതി ഇല്ല എന്നായിരുന്നു അന്നത്തെ വിശ്വാസം. ആ കാലത്ത് പെണ്ണിന് ഇതിൽ യാതൊരു പങ്കുമില്ല. പെണ്ണിൻ്റെ ഒത്തുതീക്ക് ചേരില്ല കുട്ടി എന്നുള്ളതായിരുന്നു വിശ്വാസം. അങ്ങനത്തെ ഒരു കാലത്താണ് ഖുർആൻ ഇതൊക്കെ പറയുന്നത്. ആണിൻ്റെയും പെണ്ണിൻ്റെയും കൂടിച്ചേർന്ന സിക്താണ്ഡം എന്നാണ് ഇപ്പോൾ അതിനെപ്പറ്റി മലയാളത്തിലൊക്കെ നമ്മളൊക്കെ സ്കൂളത്തെ പുസ്തകത്തിലൊക്കെ പറയുന്നത്. സിക്താണ്ഡം എന്ന് പറഞ്ഞാൽ ആണിൻ്റെയും പെണ്ണിൻ്റെയും കൂടിച്ചേർന്ന. ആണിന് എന്താ കൂടുന്നത്? കോടിക്കണക്കിന് അണുക്കൾ എന്നുള്ള ഒന്ന്. അതിശക്തമായ സൂക്ഷ്മദർശിനികളിലൂടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അണ്ടും അങ്ങനെ തന്നെയാണ്. ഇങ്ങോട്ടോടെ എന്തെല്ലാം അത്ഭുതം നടക്കേണ്ടെന്ന് അവർ പറയുന്ന കാര്യങ്ങൾ ആരോടും ഇങ്ങോട്ട് കൂടി ചേർന്നിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഇവൻ്റെ വൃഷ്ണം ഉണ്ടല്ലോ, വൃഷ്ണത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈ ബീജാണ് പിന്നെ എങ്ങനെ അങ്ങോട്ട് എത്തുന്നത്? ആണും പെണ്ണും സംയോഗം ചെയ്യുമ്പോൾ ഇവൻ്റെ ലിംഗത്തിലൂടെ
അവിടെ യോനിയിലേക്ക് ചെല്ലുന്നു. യോനിയിൽ ചെന്ന് കോടിക്കണക്കിന് ഈ ബീജങ്ങൾ അവിടെ ഇങ്ങനെ കളിച്ചാണ്. അതിൽ ഒരു ബീജം അങ്ങോട്ട് പോയിട്ട് ആ ഫലോപ്യൻ നാളിയിലെത്തിയിട്ട് ആ സ്ത്രൈനാണ്ടത്തെ ഒരൊറ്റ പിടികൂടലാണല്ലോ. എന്നിട്ട് അത് രണ്ടും ഇങ്ങോട്ട് കട്ടായിട്ട് പിന്നെ അതിങ്ങനെ ഉണ്ടായിട്ട് ഗോളായിട്ട് വന്നു, പല സെല്ലുകളായിട്ട് മാറി. ഭയങ്കര അത്ഭുതമാണ്. ഞാൻ പണ്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഈ ഞായറാഴ്ച ക്ലാസ്സിൽ. ഡോക്ടർ മുഹമ്മദ് അലി അൽ ബാറി എന്ന് പറഞ്ഞ സൗദിയിലുള്ള വലിയൊരു ഡോക്ടർ ഇതിനെപ്പറ്റി ഖുർആൻ ഭ്രൂണം ശാസ്ത്രം എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോ ദിവസവും സംഭവിക്കണം മാറ്റങ്ങൾ, ഭ്രൂണത്തിന് സംഭവിക്കണം മാറ്റമൊക്കെ ഫോട്ടോ സഹിതം അയാൾ 10-14 ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട അതിൻ്റെ മലയാളത്തിലൊരു പതിപ്പ് അയപ്പിച്ചിറക്കിയൊരു പതിപ്പ് ഞാൻ ഞായറാഴ്ച ക്ലാസ്സിലൊക്കെ കുഞ്ഞോ ഞാൻ അങ്ങോട്ട് കാണിച്ചു തന്നെ ഫോട്ടോകളൊക്കെ. എന്താ അത്ഭുതം എന്നറിയങ്ങൾ. അത്ര ആ അണ്ടും ഈ ബീജവും അത്രയും ചെറുതാണ്, അത്ര സൂക്ഷ്മമാണ്. അതിൽ നിന്നാണ് ഈ തലച്ചോറുണ്ടായത്, ഈ വൃക്കുണ്ടായത്. ഈ പല്ലും കണ്ണും ചർമ്മങ്ങളും എല്ലാം കൃത്യമായിട്ട് ഉണ്ടാണ് എന്നാണ്. ആ സാധനം കണ്ടാൽ അത് ഇങ്ങനത്തെ ഒരു സാധനമൊന്നും ഒരാൾക്കും പറയാൻ പറ്റൂല. ആ സമയത്തിൽ 9 മാസം ഏതാനും ദിവസങ്ങളും ഉമ്മാൻ്റെ ഗർഭപാത്രത്തിൽ അല്ലാഹു തആല കറക്റ്റായിട്ട് അതിനെ പരിപാലിക്കുകയാണ്. ഉമ്മ ഇങ്ങനെ ഭക്ഷണം കഴിക്കണേൻ്റെ ആ പോഷകങ്ങളൊക്കെ ഉമ്മാൻ്റെ ചോരയിലൂടെ ആ ഭ്രൂണത്തിന് ഇങ്ങനെ കിട്ടാനുള്ള ഏർപ്പാടൊക്കെ അല്ലാഹു തആല ചെയ്തു വെച്ചിട്ടുണ്ട്. ഭക്ഷണമൊക്കെ വേണം. നിങ്ങളത് ആലോചിച്ച് നോക്കിയാണ്. വെറുപ്പുണ്ട് പേറ്റിനൂട്ടി കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ തന്നെ ആളുകൾക്ക് ഭയങ്കരമാണ്. കണക്ക് നോക്കലും നഴ്സ് നോക്കലൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ബേജാറാണ്. അത് സലമത്താണ് വരെ. എൻ്റെ കാര്യം എങ്ങനെയാണ്. വേറൊരു കാര്യത്തിൻ്റെ മറക്കല്ല, ഗൾഫ് പോകണതിൻ്റെയൊന്നും മറക്കല്ല. ഉസ്താദെ മരുളെ പേറ്റിനൂട്ടി കൊണ്ടുപോകാണ്ട് മകളെ പേറ്റിനൂട്ടി കൊണ്ടുവരാണ്ട് എന്നാണ് ചോദിച്ചാൽ അത്ര കേസില്ല. നഴ്സ് നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ആ ദിവസത്തിന് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ട്, ദിവസം എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നൊക്കെ വിശ്വസിച്ചുകൊണ്ടാണ്. ഹിന്ദുക്കളൊക്കെ അങ്ങനെയാണ്. ഓരോ നഴ്സും ഇതൊക്കെ പറയലുണ്ടല്ലോ, ഇന്ന ദിവസത്തിൽ ഇന്നുണ്ടോ. ആ ദിവസത്തിന് അതിൻ്റെ നക്ഷത്രങ്ങളുടെ ഉദയാസ്തമയങ്ങളൊക്കെ ബന്ധപ്പെടുത്തിയവർക്ക് ചില കണക്കുകളൊക്കെ ഉണ്ട്. അങ്ങനെ ചില വിശ്വാസമുള്ള ആളുകളുണ്ട്. ഈ ദിവസത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. ചെയ്യണ ആര് തന്നെയാണ്? അത് തന്നെയാണ്. അതുകൊണ്ടാണ് ചില ഇമാമിയങ്ങളൊക്കെ സുബയാണ് നിസ്കരിച്ച സുബയിൽ നമ്മൾ പറയില്ലേ വക്കിന അഷറമാ കഥയത് പഠിച്ചവനെ നീ വിധിച്ച എല്ലാ ശ്രമത്തിട്ട് തന്നെ കാക്കണം. ഇതാണ് നമുക്കുള്ള ഏറ്റവും വലിയ നോട്ടം. അതാണ് സുബൈക്ക്. അത് സുബൈക്ക് ജമാഅത്തിന് പള്ളിയിൽ പോയിട്ട് പറയണം. അത് 7 മണിക്ക് 8 മണിക്ക് പെരയുന്ന നിസ്കരിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ആ സുബൈ സ്കരിച്ചിട്ട് ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ, അത് 3 വട്ടം പറഞ്ഞാൽ അന്നും ഒരു ഘടകരും ഉണ്ടാവില്ല. അതാണ് ഏറ്റവും വലിയ നോട്ടം. അതുകൊണ്ട് എൻ്റെ കേരളത്തിൽ അറിയപ്പെട്ടൊരു മുഫ്തിയ ഉസ്താദൊക്കെ നേസിനെ പറ്റിയുള്ള ചർച്ച വന്നപ്പോൾ ഞാൻ മൂല്യന്മാർക്ക് നേസില്ലല്ലോ പറഞ്ഞു. മൂല്യന്മാർക്ക് നേസില്ല. നേസ് ആചരിക്കൽ ജൂതായുസമാണെന്നാണ് ഇബ്നു ഹജർ തങ്ങൾ ഫതഹുൽ ഹദീസിൽ പറഞ്ഞത്. എന്നാൽ ചില കാര്യത്തിനൊക്കെ ചില ദിവസങ്ങൾ മോശമാണ്. കൊമ്പൊക്കാനും ചോരൻ്റെ പണികൾക്കൊക്കെ ചില ദിവസങ്ങളൊക്കെ വലിയ പ്രശ്നമാണ്. ചില പ്രശ്നങ്ങളുള്ള ദിവസമൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. ചില കാര്യത്തിന് ചില നല്ല ദിവസങ്ങൾ പറഞ്ഞിട്ട് ഉദാഹരണമായിട്ട് നിൽക്കാൻ വെള്ളിയാഴ്ച രാവിലെ അത് സാദാണ്. ചിലത് നേസാണ്. ചൊവ്വാഴ്ച ബുധനാഴ്ച ഒക്കെ കൊമ്പൊക്കുക ചോരൻ്റെ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കട്ടകാലം വന്നാൽ പിന്നെ ഓൻ തന്നെ പറഞ്ഞാൽ മതി എന്നൊക്കെ ഹദീസിലുണ്ട്. അങ്ങനെ ചിലതൊക്കെ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും അതൊക്കെ ഭയങ്കര ശ്രദ്ധയാണ് ആളുകൾക്ക് പേറ്റിനൂട്ടി കൊണ്ടുവരിക. പിന്നെ പെറുന്നത് വരെ അതൊന്ന് സലാമത്തായി കിട്ടിയാൽ മതി എന്നുള്ളതാണ്. അള്ളാൻ്റെ സലാമത്താണ് മുഅ്മിനീങ്ങളെ. പ്രസവിച്ചു കഴിഞ്ഞാൽ കുട്ടനെ നോക്കാനായിട്ടൊരാളെ ഏൽപ്പിക്കുകയാണ്. ആ പ്രസവിക്കണവരെ ആ ഗർഭപാത്രത്തിൽ അള്ളയാണ് നോക്കിയത്. പ്രസവിച്ച് കഴിഞ്ഞാലോ അള്ള തന്നെ പിന്നെ നോക്കുക. നമുക്കൊന്നും നോക്കാനുള്ള കഴിവൊന്നുമില്ല. എപ്പോഴും അത് തന്നെയാണ് നോക്കണത്. അവിടെ മനസ്സിലാക്കിക്കൊള്ളി. 4-ാമത്തെ മാസം തഫ്സീർ പറയുന്നത് 4-ാമത്തെ മാസത്തിൽ അള്ള റൂഹാണ്ട് ഓതും, മലക്കനെ വിടും. റൂഹ് ഊതി സംഗതികളൊക്കെ നിക്ഷയിക്കും. അള്ള റൂഹാണ്ട് ഊതിക്ക് തന്നെ ഉള്ളൂ. വേറെ ഒരുത്തിനെ കൊണ്ടൊന്നും ജീവൻ കൊടുക്കാൻ കഴിയില്ല. നമുക്ക് അങ്ങനെയും ചോദ്യം വരലുണ്ട്. 4 മാസമായി കുട്ടിക്ക് ജീവല്ല, നിസ്കരിച്ചണോ? എനിക്ക് ചോദ്യം വരലുണ്ട്. 5 മാസമായിക്കാണ്, മരിച്ചിട്ട് 10 ദിവസമായി ഉണ്ട്. മരിച്ചിട്ട് 10 ദിവസമായി കിടക്കുകയാണ് ഗർഭപാത്രത്തിൽ. എത്ര ദിവസം കിടന്നാലും കുഴപ്പം പറ്റില്ല. ഇങ്ങോട്ട് പ്രസവിച്ച് പോകുന്നെങ്കിൽ അത് ചെയ്യുകയൊക്കെ ചെയ്യുള്ളൂ. ഒരാഴ്ചയായി മരിച്ചിട്ട് നിസ്കരിക്കണോ, കഫൻ ചെയ്യണോ, കുളിപ്പിക്കണോ, അതൊക്കെ ചോദ്യം ഉണ്ടായാലല്ലേ. ചിലതിന് ജീവൻ തന്നെ ഉണ്ടാവില്ല. ഒരുത്തിനെ കൊണ്ടും കൊടുക്കാൻ കഴിയില്ല, ഒരു ഡോക്ടറെ കൊണ്ടും കൊടുക്കാൻ കഴിയില്ല. ആ ജീവൻ ആര് കൊടുത്തതാണ്? അള്ളാഹ് കൊടുത്തതാണ്. ആ അല്ലാഹു തആലക്ക് മരിച്ച മണ്ണായി വീണ്ടും മടക്കാൻ അത്ര പണിയില്ലല്ലോ. ഉണ്ടാക്കി തുടങ്ങി എത്ര പണിയില്ലല്ലോ. ചുരുക്കം നിങ്ങൾക്ക് മനസ്സിലായോ? പോരെ. രണ്ടാമത്തെ ഒരു തെളിവ് അല്ല, നീട്ടി ഞാൻ അതിമ്പോൾ തന്നെ കൂടുന്നില്ല. വനുക്കിറു ഫിൽ അർഹാമി മാ നശാഉ ഇലാ അജലിൻ മുസമ്മ തുമ്മ നുഖ്രിജുക്കും തിഫ്ല. പിന്നെ മനുഷ്യ ശിശുവായി ആ കുട്ടിനെ നാം പുറപ്പെടുവിക്കുന്നു. അവിടെ ഒരു ഭൂതക്കണ്ണാടിയിലൂടെ മാത്രം കാണുന്ന അതീവ സൂക്ഷ്മമായ ഒരു അണ്ടവും ബീജവും പാടെ കൂടിച്ചേർന്ന അതാണ് പിന്നെ ഒരു മനുഷ്യ ശിശുവായി അങ്ങനെ അങ്ങോട്ട് രൂപാന്തരപ്പെട്ട് വരുന്നത്. അതൊക്കെ അള്ളയാണ് എൻ്റെ ആട് എന്നാണ് പറയുന്നത്.
ഓരോരുത്തരുമല്ല മുഅ്മിനീങ്ങൾ. അതൊക്കെ എപ്പോഴും നമ്മൾ ചിന്തിക്കണം. നമ്മളതൊക്കെ ചിന്തിക്കണം. നമുക്കിത് ചിന്തിക്കാൻ പറ്റിയ നല്ലൊരു ടൈമിങ്ങൊക്കെ ഞാൻ പറഞ്ഞിട്ടേ. നമ്മൾ സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്ന് പറയുന്നതാണ് എൻ്റെ ഏറ്റവും നല്ല ടൈം. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ, അത്യുന്നതനായ എൻ്റെ സ്രഷ്ടാവ് പരിശുദ്ധനാണ്, അവൻ്റെ വിശുദ്ധി ഞാൻ വാഴ്ത്തുന്നു. എന്തായാലും അർത്ഥം എന്താ പരിശുദ്ധനാണ് പറഞ്ഞാൽ? സബ്ബിഹി ഇസ്മ റബ്ബിക്കൽ അഅ്ലാ, അത്യുന്നതനായ റബ്ബിൻ്റെ വിശുദ്ധി നീ വാഴ്ത്തിക്കോ. അല്ലദീ ഖലഖ, അവനാണ് സൃഷ്ടിച്ചത്. ഫസവ്വ, സൃഷ്ടിക്കുക മാത്രമല്ല ഏറ്റപ്പറ്റ് തീർത്ത് വളരെ കൃത്യമായി സൃഷ്ടിച്ചു. വല്ലദീ ഖദ്ദറ, ആ സൃഷ്ടിച്ച സൃഷ്ടികളുടെയൊക്കെ ഭാഗധേയങ്ങൾ അവൻ നിർണ്ണയിക്കുകയും ചെയ്തു. എത്ര കാലം ജീവിക്കും, ഇവിടെ എന്തെല്ലാം ഉണ്ടാവും, എന്തെല്ലാം സമ്പാദിക്കും, എന്തെല്ലാം ദുഃഖങ്ങളുണ്ടാവും, എന്തെല്ലാം സന്തോഷങ്ങളുണ്ടാവും, എപ്പം മരിക്കും, എത്ര ശ്വസിക്കും, എത്ര ഉച്ഛ്വസിക്കും, ഇതൊക്കെ അല്ലാഹു തആല എന്താക്കിയിട്ടുണ്ട്. ആ അള്ളാഹിൻ്റെ വിശുദ്ധി നീ വാഴ്ത്തിക്കോ. ആ അല്ലാഹു തആലൻ്റെ ഗാംഭീര്യമാണ്, മഹത്വമാണ് ഇത്ര ഉഷാറായിട്ട് എൻ്റെ സൃഷ്ടിപ്പ് ഇത്ര ഉഷാറായി വന്നത്. മനസ്സിലായോ? അപ്പോൾ സുജൂദിൽ കിടന്നിട്ടേ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ എന്ന് പറയുമ്പോൾ അതാണ് മനസ്സിലാക്കിക്കോളി മുഅ്മിനീൻ. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി. പിന്നെ കുറച്ചുകൂടി നിങ്ങൾ നീട്ടി പറയുകയാണെങ്കിൽ ഇങ്ങനെയും പറയണം. അല്ലാഹുമ്മ ലക സജദ്തു വബിക ആമൻതു വലക അസ്ലംതു സജദ വജ്ഹിയ ലില്ലദി ഖലഖഹു വസവ്വറഹു വശക്ക സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. കേൾക്കണ്ടങ്ങൾ, ഇതൊക്കെ ഞാൻ പറഞ്ഞത് തന്നെയാണ്. ഇതൊക്കെ നമ്മൾ പലപ്പോഴും സംസാരിച്ചതാണ്. മാണെങ്കിൽ സുജൂദിന സമയത്ത് ഓർത്തോളി, ഇതൊക്കെ പറഞ്ഞോളി. ഈ ദിക്റൊക്കെ നിങ്ങൾ ഇന്നലെ റുക്കൂൽ പറഞ്ഞ ദിക്ർ ഞാൻ പറഞ്ഞില്ലേ, ദിക്റിൽ ഒരു ദിക്ർ ഞാൻ പറഞ്ഞില്ലേ റുക്കൂവിൻ്റെ. ഇത് സുജൂദിൽ ചൊല്ലാനുള്ള റസൂലുള്ള ചൊല്ലിയ നമുക്കെല്ലാ സുജൂദിലും സുന്നത്തുള്ള ദിക്റാണ്. അല്ലാഹുമ്മ, തമ്പുരാനെ, ലക്ക സജത്തു, ഞാനിതാ നിനക്ക് സുജൂദ് ചെയ്തു, വലക അസ്ലംതു വബിക ആമൻതു, നിനക്കൊണ്ട് ഞാൻ വിശ്വസിച്ചു, നിനക്ക് ഞാനിതാ സമർപ്പിച്ചു. സജദ വജ്ഹിയ ലില്ലദീ ഖലഖഹു, ഈ മുഖത്തെ സൃഷ്ടിച്ച തമ്പുരാൻ ആരോ അവനിതാ സുജൂദ് ചെയ്തിരിക്കുന്നു. വസവ്വറഹു, ഈ മുഖത്തിന് രൂപമരുളിയ, വസക്ക സമഅഹു വബസറഹു, ഈ കണ്ണും കാതും ഒക്കെ കീറിയവൻ ആരാണോ അവനാണ് ഈ സുജൂദ്. ബിഹൗലിഹി വഖുവ്വതി, അവൻ്റെ കഴിവുകൊണ്ട് മാത്രം. ഈ കണ്ണും കാതൊക്കെ അവൻ്റെ കഴിവ് മാത്രമാണ്. അതൊക്കെ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ആ അല്ലാഹു തആലക്ക് ഇനി ഒന്ന് മണ്ണായി നമ്മളെ ജീവിപ്പിക്കാനും കഴിയും. ബോധ്യമാവും. മുഅ്മിനീങ്ങൾ ആ ബോധ്യത്തിലാണ്, ഖിയാമത്ത് നാളിലെ ഉറപ്പിലും ബോധ്യത്തിലാണ് മുഅ്മിനീങ്ങൾ ഉണ്ടാകുക. മുഅ്മിൻ്റെ ജീവിതത്തിൽ അവിടെ നിഷേധിക്കാൻ യാതൊരു അല്ലാത്തവർക്കുമില്ല മുഅ്മിനീങ്ങളെ. ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇത് സൂറത്ത് അൽ-വാഖിയയിൽ പറഞ്ഞില്ലേ, ഇവരെന്താ ചോദിക്കണമെന്ന് അറിയോ? ഞാൻ നിങ്ങൾക്ക് ഓതി തരാൻ. സൂറത്ത് അൽ-വാഖിയ കേട്ടോളി. അൽ-വാഖിയയിൽ നരകക്കാരെ പറ്റി പറയാണ്. അസ്ഹാബു ഷിമാൽ, മാ അസ്ഹാബു ഷിമാൽ, ഇടതുപക്ഷം. ഇടതുപക്ഷം തന്നെ ഇടത്തെ കയ്യിൽ തവിടണല്ലേ. ഫി സമൂമിൻ വഹമീം, നരകത്തിൻ്റെ തീക്കാറ്റിലും ചുട്ടു തളക്കുന്ന വെള്ളത്തിലുമാണവർ. വദുല്ലിം മിൻ യഹ്മും, കരിമ്പുകയുടെ തണലിലുമാണ്. ലാ ബാരിദിൻ വല കരീം, അത് കുളിരുള്ളതോ ആദരണീയമോ അല്ല, സുഖപ്രദമല്ല. വലിയ പ്രശ്നമാണ്. ഇന്നവും കാനൂ ഖബല ദാലിക മുത്രഫീൻ, എന്തേ സംഭവിച്ചത്? അതിന് മുമ്പ് അവർ സുഖലോലുപരായി ജീവിക്കുകയായിരുന്നു ഈ ദുനിയാവിലേന്ന്. അവർക്ക് പറ്റി കേട് കേട്ടോളി, നല്ലോണം ശ്രദ്ധിച്ചോളി. കാനൂ ഖബല ദാലിക മുത്രഫീൻ കാനൂ യുസിറൂന അലൽ ഇൻസിൽ അദീം, ഗുരുതരമായ കുറ്റങ്ങളിൽ ഉറച്ചു നിൽക്കുമായിരുന്നു തൗബല്ലാതെ. റമദാൻ മാസം വന്നാലൊരു തൗബല്ല, അങ്ങനെ പോകുമായിരുന്നു. വകാനൂ യഖൂലൂന, അവർ ചോദിച്ചത് ഇതാണ്, ഐദാ മിത്നാ വകുന്നാ തുറാബൻ വഇളാമൻ ഇന്നാ ലമബഊദൻ, മരിച്ച് എല്ലും മണ്ണുമായാൽ ആരാണ് ജീവിപ്പിക്കുക നമ്മളെന്ന്? അതവർക്ക് ജീവിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളതിൽ സംശയത്തെക്കാളേറെ. കാരണം സുഖലോലുപരായി ദുനിയാവിൽ ജീവിക്കണം, തെറ്റുകുറ്റങ്ങൾ ചെയ്ത് ജീവിക്കണം, ബെല്ലും ബ്രേക്കില്ലാതെ ജീവിക്കണം. ഇതാണ് അവസ്ഥ. അപ്പോൾ ഖിയാമത്ത് ഇല്ലാതൊക്കെയാണ്. അല്ലാതെ ഓർക്ക് തെളിവുണ്ട്, ഖിയാമത്ത് ഇല്ല എന്നുള്ളേക്ക് തെളിവൊന്നും ഓരോരുത്തില്ല. ഉമർ ഫറൂഖൊക്കെ ശിർക്ക് ചെയ്തതിന് ആളല്ലേ? ശിർക്കിന് വേണ്ടി റസൂലുള്ളാഹിനെ കൊല്ലാൻ വന്ന ആളല്ലേ? ആര്? ഉമർ ഫറൂഖ് റളിയല്ലാഹു അൻഹു. അല്ലാഹു തആല എന്താ പറഞ്ഞത്? വല്ലദീന ലാ യദൂന മഅല്ലാഹി ഇലാഹൻ ആഖറ വലാ യഖ്തുലൂന അൻ-നഫ്സല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ, അവർ ശിർക്ക് ചെയ്യൂല, കൊല്ലൂല, വ്യഭിചരിക്കുകയില്ല. വമൻ യഫ്അൽ ദാലിക, ഇതൊക്കെ ആരെങ്കിലും ചെയ്താൽ, ശിർക്കോ കൊലയോ വ്യഭിചാരമോ ആരെങ്കിലും ചെയ്താൽ, യൽകാസാമ, രൂക്ഷമായ ശിക്ഷ നേരിടേണ്ടി വരും. എന്നിട്ട് അല്ലാഹു പറയാണ്, ഇല്ലാമൻ താബ വ ആമന വ അമില അമലൻ സ്വാലിഹൻ, ഈ തെറ്റൊക്കെ ചെയ്തിട്ട് ഒരാൾ തൗബ ചെയ്ത് മടങ്ങിയാൽ ഒഴികെ
ഇല്ലാമൻ താബ വ ആമന വ അമില അമലൻ സ്വാലിഹ ഫയുബദ്ദിലുല്ലാഹു സയ്യിആതി ഹസനാത്ത്. ആ തൗബ ചെയ്തവൻ്റെ തിന്മകളെ അല്ലാഹു തആല നന്മകളാക്കി മാറ്റി കൊടുക്കുന്നു. ഖാനല്ലാഹു ഗഫൂർ റഹീമ. അല്ലാഹു തആല പൊറുക്കുന്ന കരുണാമയനാണ്. ദോഷം പൊറുക്കാൻ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനല്ലേ റമദാൻ മാസമൊക്കെ തന്നത് അല്ലാഹു തആല. ഒരു വേറെ സംഭവം ഉണ്ട്. ഞാൻ നാൾ ഖുർആൻ ക്ലാസ് പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നത്. ബനു ഇസ്രായേലുകൾ രണ്ടാളുണ്ടായിരുന്നല്ലോ. രണ്ടാൾ. ഒരാൾ ഭയങ്കര ആബിദ്, ഒരാൾ ഭയങ്കര തമ്മടിയാണ്. അപ്പോൾ ഈ ആബിദായ മനുഷ്യൻ ഒരു രണ്ട് ചങ്ങൈമാരാണ്. അപ്പോൾ ഈ ആബിദ് ഈ തമ്മടിനോട് പറയലടാ നന്നായിക്കളാ ജിങ്ങനെ പോയല്ലേ. അങ്ങനെയാണല്ലോ, അതാണല്ലോ സ്നേഹം എന്ന് പറഞ്ഞത്. എന്തു പറഞ്ഞാലും ഇപ്പം പറയുമല്ലോ ഇനി എൻ്റെ റബ്ബിന് ഇജ്ജ് വിട്ടാളാം, ഞാൻ റബ്ബിനോട് പറഞ്ഞോണ്ട് ധിക്കാറില്ല കേട്ടോ. എൻ്റെ റബ്ബും ഞാനുമായിട്ട് ആയിക്കൊണ്ട് ഇജ്ജിപ്പോൾ ബേജാറാകണ്ടെന്ന് പറയുക. ഒരു ദിവസം ഭയങ്കര തെറ്റിനെ കണ്ടാലോ. അതിൽ ഈ സ്വാലിയ മനുഷ്യൻ പറഞ്ഞല്ലോ എനിക്ക് അള്ള പുറത്ത് തരൂല, അള്ളാണ് സത്യം അങ്ങോട്ട് പറഞ്ഞു. സത്യം വെച്ച് അങ്ങോട്ട് പറഞ്ഞു, അള്ള സത്യം എനിക്ക് അള്ള പുറത്ത് തരൂല. ഉടനെ മൽക്കൻ അള്ളാഹത്തിലോട്ട് രണ്ടാളെ മരിപ്പിച്ചു എന്നാണ്. രണ്ടാളെ മരിപ്പിച്ചിട്ട് ഈ ആബിദിനോട് നരകത്തേക്ക് പോകാൻ പറയും. ആരാ എന്നോട് പറഞ്ഞു എനിക്ക് സത്യം ചെയ്യാൻ, ഞാൻ പുറത്തു കൊടുക്കില്ലെന്ന് സത്യം ചെയ്യാൻ ആരാ എനിക്ക് ധൈര്യം തന്നെന്ന് ചോദിച്ചു. മറ്റേ ആളെ സ്വർഗത്തുക്കും. മറ്റേ ആളെ ഹദീസാണ് അവിടെ പറയുന്നുണ്ട്. മുഹദ്ദിസീങ്ങൾ നല്ല ശ്രദ്ധിച്ചോളി. ഉജ്ബ് ഉണ്ടല്ലോ, ഉജ്ബ് പറഞ്ഞാൽ എന്താ പറയുക, ഞാൻ തെറ്റില്ല, ഞാൻ ഉഷാറാണ്, മറ്റവനൊക്കെ നരകത്ത് കാണും, ഞാൻ സ്വർഗത്തേക്കാന്നുള്ള തോന്നൽ. അത് നമുക്കുണ്ടാകുന്ന സംഗതിയാണ്. നമ്മൾ കള്ളുപിടിച്ചൊന്നുമില്ല, പെണ്ണില്ല, പരിപാടിയൊന്നുമില്ല, നമ്മളഞ്ചൊക്കെ നിസ്കരിക്കുന്നുണ്ട്. പിന്നെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ എന്തൊക്കെ ഉള്ളൂ നമുക്ക് ചെറുതായിട്ടുള്ള. അപ്പോൾ നമ്മളെന്തായാലും സ്വർഗത്തേക്ക് തന്നെ ഇങ്ങനെ ആ അവസ്ഥക്കാണ് ഉജ്ബ് എന്ന് പറയാം. അതിലേറെ നല്ലത് ഒരു പടച്ചോനെ എന്നുള്ള പേടി ഉണ്ടാകുന്ന ദോഷങ്ങളാണ്. ചെറിയ മത്സ്യത്തുണ്ടല്ലോ, ആ മത്സ്യത്തിനുമ്പോൾ പടച്ചോനെ എന്നുള്ളൊരു ദുഃഖം ഉണ്ടെങ്കിൽ അതാണ് ഇതിനെക്കാട്ടും നല്ലത്. ഈ ആദ്യം ഈ ഭാഗത്തിനെക്കാട്ടിലും ഉജ്ബുണ്ടാണ് ഈ ഭാഗത്തിനെക്കാട്ടും നല്ലത്. നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞത്? മണി മനസ്സിലാക്കി വിളി. ചിലവിൽ അങ്ങനെയല്ല, തെറ്റുകൾ തന്നെ ചെയ്യുമ്പോൾ അവർക്ക് പിന്നെയും ചെയ്യണം. അപ്പോൾ അള്ളിയില്ല പടച്ചോനില്ല എന്ന് പറയലാണ് സുഖം എന്ന് വെച്ചിട്ട് നിഷേധത്തിൻ്റെ മാർഗത്തിലേക്ക് പോവാം. അങ്ങനത്തെ പോലുണ്ട്. അതാണ് ചുരുക്കം. തെളിവുകളൊക്കെ അനുകൂലം എന്തിനാണ്? ഖിയാമത്ത് എന്നതിനാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ 100% ഖിയാമത്ത് നാളിൽ ഉറച്ചു വിശ്വസിക്കുന്ന ആളുകളാണ്. ഉലായിക്കല്ല പിന്നെ വബിൽ ആഖിറതി ഹും യൂഖിനൂൻ, പരലോകം കൊണ്ട് അവർ ഉറച്ചു വിശ്വസിക്കുന്നവരാണ്. അതാണ് മുത്തഖീങ്ങൾ. ഉറച്ച വിശ്വാസം, യാതൊരു ചാഞ്ചലില്ലാത്ത വിശ്വാസം. അങ്ങനെ ജീവിച്ചവരെ പറ്റി സൂറത്ത് അംബിയായിൽ ഒരായത്ത് നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു തരാം. നാളെ മുഅ്മിനീങ്ങൾക്കുള്ളൊരവസ്ഥ. മുഅ്മിനീങ്ങളെ ഇന്നല്ലദീന സബഖത് ലഹും മിന്നൽ ഹുസ്ന, നല്ല സച്ചരിതരായ ആളുകൾ, ഉലൈക അൻഹാ മുബഅദൂൻ, അവർ നരകത്തെ തൊട്ട് ദൂരീകരിക്കപ്പെടും. ലാ യസ്മൗന ഹസീസ, നരകത്തിൻ്റെ യാതൊരു ശബ്ദവും കേൾക്കൂല. വഹും ഫീ മഷ്തഹത് അൻഫുസുഹും ഖാലിദൂൻ, അവരുടെ നഫ്സ് എന്താണോ ആശിച്ചതിൽ അവരങ്ങനെ ശാശ്വതരായിരിക്കും. ലാ യഹ്സുനുഹുമുൽ ഫസഉൽ അക്ബർ, അതിശക്തമായ വെപ്രാളവും ബേജാറൊന്നും ഓലെ പിടികൂടുകയില്ല. അല്ല, മുഅ്മിനീങ്ങൾക്ക് ഖിയാമത്ത് നാളിൻ്റെ യാതൊരു ബേജാറും ഒന്നും ഉണ്ടാവില്ല. വതതലഖാഹുൽ മലായികത്തു, മലായികത്തീങ്ങൾ തന്നെ വന്നിട്ട് ഓരങ്ങനെ സ്വാഗതം ചെയ്യും. ഹാദാ യൗമുക്കും, ഇത് നിങ്ങൾക്കുള്ള സുദിനമാണ്. അല്ലദീ കുന്തും തുഅദൂൻ, നിങ്ങളോട് വഅദ ചെയ്യപ്പെട്ടിരുന്ന ആ സുദിനമാണിത്. ആ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മളൊക്കെ പെടുത്തട്ടെ. അങ്ങനെ ഒരു ദിവസം ഉണ്ട്, പേടിച്ച് അതിനു വേണ്ടി പണിയെടുത്ത് ജീവിച്ച ആളുകളോട് അങ്ങനെ പറയും. ഇപ്പം കൊണ്ട് നോക്കി, ഉഹദ് യുദ്ധത്തിൽ ഷഹീദായ ഒരാൾ തലേന്ന് എന്താ ദ്വാരക്കണറിയോ? അയാൾ രക്തസാക്ഷിയാണ്, അംഗഭംഗം ചെയ്യപ്പെട്ട ആളാണ്. തലേന്ന് ദ്വാരക്കാണ്, പടച്ചോനെ നാളെ നല്ലൊരു ശത്രുവായിട്ട് ഏറ്റുമുട്ടി അവൻ എന്നെ കൊന്ന് എന്നെ അംഗഭംഗം ചെയ്യണം, എൻ്റെ മൂക്ക് മുറിക്കണം, എൻ്റെ കാതു മുറിക്കണം, എന്നെ അംഗഭംഗം ചെയ്യണം. എന്നിട്ട് നാളെ നിൻ്റെ കോടതിക്ക് വരുമ്പോൾ നീ എന്നോട് ചോദിക്കണം ഈ മൂക്കും കാതൊക്കെ മുറിക്കപ്പെട്ടത് എന്തിനാണെന്ന്. അപ്പോൾ എനിക്ക് പറയണം നിൻ്റെ മാർഗത്തിലാണെന്ന്. അതാണ് നിങ്ങൾ, അത് ഖിയാമത്ത് നാളിനുള്ള ഒരുക്കമാണ്. സൂറത്ത് നബയിൽ പറഞ്ഞില്ലേ, ദാലിക്കൽ യൗമുൽ ഹഖ്, അത് സത്യമായിട്ടുള്ള ദിനമാണ്. ദാലിക്കൽ യൗമുൽ ഫമൻ ശാഅ അത്തഖദ ഇലാ റബ്ബിഹി മആബ, ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കോട്ടെ. ദിവസം സത്യമാണ്. ഇന്ന അന്തർനാക്കും അദാബൻ കരീബ, വളരെ സമീപസ്ഥമായൊരു ശിക്ഷയെക്കുറിച്ചാണ് ഞാൻ ഈ താക്കീത് നൽകുന്നത്. യൗമ യൻദുറുൽ മർഉ മാ ഖദ്ദമത് യദാ, മനുഷ്യൻ തൻ്റെ ഇരു കരങ്ങളും എന്താണ് സമ്പാദിച്ചതെന്ന് നോക്കുന്ന ദിവസമാണ്. വയഖൂൽ കാഫിറു, കാഫിർ പറയും യാ ലൈതനി കുന്തു തറാബ, ഞാൻ മണ്ണായെങ്കിന്ന്. കാരണം കന്നുകാലിയോടൊക്കെ മണ്ണാകാൻ പറയും.
ഇവിടെ കൊമ്പുള്ള ആട് കൊമ്പില്ലാത്തതിനെ കുത്തിയിട്ടുണ്ടാവും. തിരിച്ച് കൊമ്പ് കൊടുത്ത് കുത്തി പ്രതിക്രിയ നടത്തിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നിഷ്കൃഷ്ടമായ നീതി പ്രകടമാക്കിയിട്ട് ആ ആടുകളോടൊക്കെ നിങ്ങൾ മണ്ണായിക്കൊള്ളി, സ്വർഗം വേണ്ട നരകം വേണ്ട, നിങ്ങൾക്ക് മണ്ണായിക്കൊള്ളി എന്ന് പറയുമ്പോൾ കാഫിർ പറയും യാ ലൈതനീ കുന്തു, ഞാൻ മണ്ണായത്. മുഅ്മിൻ്റെ അവസ്ഥ എന്തേക്കാരം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്. അതിനു വേണ്ടി പണിയെടുത്ത ആളാണ് മുഅ്മിൻ. ഈ സ്വഹാബിൻ്റെ പേര് നിങ്ങൾക്ക് അറിയോ? അബ്ദുല്ലാഹ് ഇബ്നു ജാഹിഷ് റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹിൻ്റെ അളിയനാണ്, അമ്മായിൻ്റെ മകനാണ്, സൈനബിൻ്റെ ആങ്ങളെയാണ്, ഹംസത്തുൽ ഖറാറിൻ്റെ കൂടെ ഉഹുദിലടക്കം ചെയ്യപ്പെട്ട മഹാനാണ്. അങ്ങനെ നിങ്ങൾ ഉഹുദിലൊക്കെ പോകുമ്പോൾ മുഅ്മിനീങ്ങൾ അവിടെ കിടക്കണവരെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിക്കണം. മണിയറയിൽ നിന്ന് എഴുന്നേറ്റ് പോയി അവിടെ ഷഹീദായി കിടക്കണ ഉഹുദിലൊരു ഷഹീദ് നിങ്ങൾക്കറിയോ ആളെ? മണിയറയിൽ നിന്ന് ഭാര്യൻ്റെ ജമീല ഭാര്യനോട് പറയാണ് ഞാൻ യുദ്ധത്തിന് പോവാണ്. എപ്പോഴാണ് വരിക? തിരിച്ചു വരികയാണെങ്കിൽ ഞാൻ വേഗം വരും, വേഗം നിൻ്റെ അടുത്ത് കൂടി എത്തും, അല്ലെങ്കിൽ ഞാൻ ഷഹീദാവും എന്ന് പറഞ്ഞപ്പോൾ ആളെ പേര് ഗസീലുൽ മലായിക്ക, മലക്കുകൾ കുളിപ്പിച്ച ഹൻദല റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ബാപ്പാരങ്ങൾക്കറിയോ? ഔസ് ഗോത്രത്തിൻ്റെ നായകനായിരുന്ന അബൂ ആമിർ, റസൂലുള്ളാഹിൻ്റെ ബദ്ധവൈരിയായിരുന്നു. കാരണം ഗോത്രത്തിൽ കുറച്ച് മാന്യതയും ബഹുമാനമൊക്കെ ഉള്ള ഒരാളായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി വന്ന ആളുകളൊക്കെ റസൂലുള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചപ്പോൾ ഇയാൾക്ക് സീറ്റ് പോയി, ഇയാൾക്ക് അസൂയായി, ഭയങ്കര ശത്രുവായിരുന്നു. ഇയാൾ പോയിട്ടാണ് മക്കത്ത് പോയി കുറേശികളെ കളക്കി കൊണ്ടുവന്നത്, ബദറിന് തിരിച്ചടി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പിത്തനുണ്ടാക്കാൻ പോയ ആളാണ്. എന്നിട്ട് മക്കാരോട് പറഞ്ഞതാണ് ഞാൻ ഔസ് ഗോത്രക്കാരനാണ്, ഞാൻ മദീനത്തിൽ നിന്നാണ്ട് എൻ്റെ ഗോത്രക്കാർ വിളിച്ചോർ എൻ്റെ കൂടെ വരും. ഒന്നിട്ട് വിളിച്ചു, ഞാൻ ഔസ്, എടാ ഞാൻ അബൂ ആമിറാണ്, നീ വഞ്ചകനാണ് പറഞ്ഞു ആട്ടി മൂപ്പരെ. ആ ആട്ടിയിൽ ഒന്നാമത് നിന്ന ആളാണ് മകൻ ഹൻദല. ആ ഹൻദല കെട്ടിയതാരെ നിങ്ങൾക്കറിയോ? അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലിൻ്റെ മോളെ. അയാളെ നിങ്ങൾക്കറിയോ? ഞാൻ ദർശനാണെങ്കിൽ കുട്ടികൾ പറയും നിങ്ങളെ നേതാവിൻ്റെ പേര് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ചോദിക്കും. നിങ്ങളോട് പേര് ഞാൻ ചോദിക്കണില്ല, മുനാഫിക്കുകളെ നേതാവാണ്. രസം പറയട്ടെ തങ്ങളെ, അല്ല ഞാൻ ഉറക്കൊരു നിങ്ങൾ ചാരി കുത്തിട്ട് ആർക്കും ഉറക്കുന്നില്ലല്ലോ. അതിന് പറഞ്ഞാണ് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് സലൂലിൻ്റെ മകൾ. രണ്ടും അത് ഖസ്റജ് ഗോത്രത്തിൻ്റെ നായകനായിരുന്നു. അയാൾ അധികാരം കിട്ടുവച്ചിട്ട് കാത്തുന്നീനി ആളാണ്. അയാൾക്ക് റസൂൽ വന്നപ്പോൾ എന്തായി, വലിയ പാരായി, അയാളും വലിയ ശത്രുവായി. അങ്ങനെ അയാളെ മകളെ കെട്ടി അന്ന് വിവാഹം കഴിഞ്ഞ് മധുവിധു മണിയറിയെന്നാണ് യുദ്ധക്കാഹളം കേട്ടത്. ആ മയറിന്ന് കുളിക്കാതെ ജനാപത്തുകാരനായിട്ടാണ് യുദ്ധത്തിന് പോയത്. അവിടെ ഷഹീദാണ് അദ്ദേഹം ഇവിടെ കിടക്കുന്നത്. അദ്ദേഹത്തെ മലായിക്കത്തിങ്ങൾ കുളിപ്പിച്ചു എന്നാണ്. ജനാപത്തുണ്ടായി മരിച്ച ആളുകളെ നമ്മൾ ജനാപത്ത് കുളിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരാൾ ജനാപത്തുണ്ടായി മരിച്ചു, മരിച്ച ആൾ കുളി മതി. ജനാപത്തിൻ്റെ കുളി അത് മുഅ്മിനീങ്ങൾ കുളിപ്പിക്കേണ്ട ആവശ്യമില്ല, ഏതും വെക്കണ്ട. ചിലരൊക്കെ ചോദിക്കലുണ്ട്, അത് അയാളുടെ മേലുള്ളൊരു തക്ലീഫാണ് ജനാപത്ത് കുളിക്കണം എന്നുള്ളത്. അയാൾ മരിച്ചില്ലേ, അയാൾക്ക് തക്ലീഫൊന്നുമില്ല. അയാൾ മരിച്ച ആളെ കുളിപ്പിക്കണം എന്നുള്ളത് മുഅ്മിനീങ്ങളോടുള്ള തക്ലീഫാണ്. മനസ്സിലായോ? പക്ഷേ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മലായിക്കത്തുകളെ വിട്ട് അദ്ദേഹത്തെ കുളിപ്പിച്ചു, ജനാപത്തെ കുളിപ്പിച്ചു. ആരാണ് ആള്? ഹൻദല റളിയല്ലാഹു അൻഹു. അള്ളലിനോടൊക്കെ മലക്കൾ ഇങ്ങനെ പറയും, കണ്ടോ ആദായവുമൊക്കും ഇതൊക്കെ നിങ്ങൾക്കുള്ള സുദിനമാണ്, നിങ്ങളെ ആ ത്യാഗമൊക്കെ ചെയ്തതിനുള്ള ആദായവുമൊക്കും ഇത് നിങ്ങൾക്കുള്ള സുദിനമാണ്. ലാ യഹ്സനുഹുമുൽ ഫസഉൽ അക്ബർ, ആ ഖിയാമത്ത് നാളിൻ്റെ വലിയ ആ ഗംഭീരമായ ആ ബേജാറും വെപ്രാളൊന്നും അവരെ പിടികൂടുകയില്ല. വതതലഖാഉൽ മലായികത്തു, മലായികത്തീങ്ങൾ അവർക്ക് സ്വാഗതം അരുളും. എന്ത്? ആദായവുമൊക്കും ഇത് നിങ്ങൾക്കുള്ള സുദിനമാണ്. അല്ലദീ കുന്തും തുഅദൂൻ, നിങ്ങളോട് വായദ ചെയ്യപ്പെട്ടിരുന്ന ആ സുദിനമാണിത് എന്ന്. എന്നാലും നമുക്ക് വലിയ പ്രതീക്ഷയുള്ള അതിനോട് കടപിടിക്കുന്ന ഒരു അമല് പറയാനുണ്ട്. മോനോട് പറയാൻ പറ്റുമോ? താജുസ്കാർ എങ്ങനെ റസൂലുള്ള പറഞ്ഞറിയോ? റസൂലുള്ള പറഞ്ഞ എങ്ങനെയാണ് മുഅ്മിനീങ്ങളെ? രണ്ടാളുണ്ട് അല്ലാഹു തആല അഭിമാനം കൊണ്ട് മലക്കൾക്ക് കാണിച്ചു കൊടുക്കുന്ന രണ്ട് വിഭാഗമുണ്ട്. ഒന്ന്, ഒരാൾ തഹജ്ജുദിന് വേണ്ടി എഴുന്നേറ്റു, അത് കാണുമ്പോൾ അല്ലാഹു തആല മലക്കൾക്ക് കാണിച്ചു കൊടുക്കും, കണ്ടോ എൻ്റെ ശിക്ഷ പേടിച്ചും കൂലി മോഹിച്ചും അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഉറക്കിൽ നിന്നും അവൻ്റെ വിരിപ്പിൽ നിന്നും അവൻ്റെ ഇണയിൽ നിന്നും എഴുന്നേറ്റ് നിസ്കരിക്കുന്നത് കണ്ടേ മലക്കളേന്ന്. തഹജ്ജുദ് നയിച്ച ആളെ കാണിച്ചു കൊടുത്തിട്ട് അല്ലാഹു തആല പറയും അല്ലേ. രണ്ടാമത്തത്, യുദ്ധമുഖത്തിൽ നിന്ന് ഒരാൾ ശത്രുക്കളെ കണ്ട് പേടിച്ചോടി, തെറ്റാണ്. യുദ്ധമുഖത്ത് നിന്ന് ഓടാൻ പാടില്ല, യുദ്ധം തുടങ്ങിയവന് ഓടാൻ പാടില്ല. ആ കുറ്റബോധമുണ്ടായി അയാൾ എന്തായി, തിരിച്ച് യുദ്ധകളത്തിലേക്ക് തന്നെ വന്നു. എല്ലാവരും ഓടിയതാണ്, ഒരാൾ ഏകനായി തിരിച്ചു വന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരൊറ്റ ആൾ മാത്രം ഈ 10,000 കണക്കിന് ശത്രുക്കളോട് ഏറ്റുമുട്ടാൻ വേണ്ടി ഒരാൾ
പിന്തിരിഞ്ഞോടിയ മുസ്ലിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ കുറ്റം പേടിച്ച് തിരിച്ചു വന്ന് ഏകനായി പടപൊരുതി ഷഹീദായി. ഓനെ അള്ളാഹ് കാണിച്ചു കൊടുക്കും. കണ്ടില്ലേ, യുദ്ധമുഖത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയ കുറ്റബോധത്തോടെ എൻ്റെ ശിക്ഷ പേടിച്ചും എൻ്റെ കൂലി മോഹിച്ചും തിരിച്ചു വന്ന് ഓൻ യുദ്ധം ചെയ്ത് ഷഹീദായത് നിങ്ങൾ കണ്ടില്ല മലക്കളെ എന്ന് അള്ളാഹു തആല മലക്കൾ കാണിച്ചു കൊടുക്കുന്നത്. അതാണ് ഏത് തഹജ്ജുദ് നിസ്കാരം. നാളെ ഹിസാബില്ല എന്നാണ്. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു വിളിയാൾ എങ്ങനെ ഉണ്ടാവും, ആർക്കാണോ ബഹുമാനം എന്നിപ്പോൾ എല്ലാവർക്കും ഇതാ തിരിയാൻ പോവുകയാണ് എന്ന്. അഹ്ലുൽ കറമ ആരാന്നിപ്പോൾ എല്ലാവർക്കും ഇതാ ബോധ്യമാകാൻ പോവുകയാണെന്നൊരു വിളിയാളൻ അവിടെ വിളിച്ചു പറയും. എന്നിട്ട് അല്ലാഹു തആല എങ്ങനെ ചോദിക്കും, മൈനല്ലദീന തത്തജാഫ ജുനൂബു അനിൽ മലാജി, ഉറക്ക ശയ്യകളിൽ നിന്ന് പാർശ്വങ്ങൾ അടരുമായിരുന്ന, പാർശ്വങ്ങളെ ഇങ്ങനെ പാർശ്വം വെച്ച് ഇങ്ങനെ കടന്നതല്ലേ ഭാഗം വെച്ചിട്ട്, ആ ഉറക്കശയ്യയിൽ നിന്ന് എഴുന്നേറ്റ് നിസ്കരിച്ചിരുന്ന ആളുകളൊക്കെ അവിടെ ഇങ്ങോട്ട് വരിയെന്ന്. അപ്പോൾ കുറച്ച് ആളുകൾ ഇങ്ങനെ വരും, കുറച്ചാളേ ഉണ്ടാവുള്ളൂ. കലീൽ എന്നാണ് ഹദീസിലുള്ളത്, കുറച്ചാളുണ്ടാവും. ആ മഹ്ശറിൽ എല്ലാവരും കൂടെ കൂട്ടത്തിന്നേ നിങ്ങൾ തന്നെ ആലോചിച്ച് 90% ആളുകൾ ഇപ്പോഴും പിന്നെ സുബൈക്കൻ്റെ ജമാഅത്തിന് വരാത്ത ആളുകൾ. പിന്നെയാണ് തഹജ്ജുദ്. ചിലരൊക്കെ സുബൈക്ക് വരാത്തതിന് കാരണം പട്ടിനെ പേടിയാന്നാണ് പറയുന്നത്. വേറെത്തിനവർക്ക് പട്ടിനെ പേടിയില്ല, പട്ടികളെ പേടിച്ചിട്ടാണത് സുബൈക്ക് പോകാത്തത്. വേറെ എവിടേക്ക് പോകാനും പേടിയില്ല, പേടിയൊന്നുമില്ല. ഇന്നിപ്പോൾ എന്നോടൊരാൾ പറഞ്ഞു തരാണ്, ഒരു പെൺകുട്ടി നാൾ താമരശ്ശേരി ചെക്കൻ്റെ കൂടെ പോയത് കഥ കേട്ടോ പോയമോ? എനിക്കിപ്പോൾ ഒരാളിങ്ങനെ വിളിച്ചു പറഞ്ഞത്. അപ്പം ഞാൻ അത് യൂട്യൂബിൽ കണ്ടാണ്. ഒരു ചെറുക്കം പറയണമല്ലോ, ഞാനിങ്ങനെ ഒരു യാത്ര ഇങ്ങനെ പോകുന്നുണ്ട് രാത്രി, ആർക്കെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണല്ലോ, ഇൻസ്റ്റാഗ്രാം എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ, എന്നാലും കൂടി ഞാൻ പറയാം. ഇവനാണ് വിട്ടു, നിങ്ങൾ കേട്ടത് സംഭവം കേട്ടോ. ഞാൻ ഇങ്ങനെ പോവാണ്, ആർക്കെങ്കിലും പൊന്നെ പോരാ, പോതി ചിലവ് വഹിക്കേണ്ടി വരും, ഒക്കെ വേണ്ടി വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും പെൺകുട്ടി പെരിയെന്ന് ഇറങ്ങിയെന്നല്ലോ അപ്പം എൻ്റെ ഒപ്പം പോകാൻ വേണ്ടി. അതിന് താമരശ്ശേരി ചേർത്തുനിന്ന് പോലീസ് ഈ വണ്ടി നിർത്തി. അപ്പോൾ പെൺകുട്ടിയും ഇതൊക്കെ ഇട്ടാണ്, ഏത് ഹെൽമെറ്റ്, ഇവനും ഹെൽമെറ്റ് ഇട്ടാണ്. ഈ ഓലുമ്പിലൊന്നും സംഭവിച്ചില്ല, ഓടെ പെരുന്ന സ്ഥലത്താണ് അവിടെ പോയിട്ട് അടുത്ത്. അപ്പോൾ പോലീസ് കൈയാട്ടി, പോലീസ് എത്തിയപ്പോൾ ഈ ചെക്കൻ എന്താ എല്ലാം ഉണ്ട്, എല്ലാ റെക്കോർഡും ഉണ്ട്, എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ, ഇവിടെ ആരാന്ന് ചോദിച്ചാൽ, ഇവിടെ ആരാ എനിക്കറിയില്ല. നിങ്ങൾ കേട്ടണോ, ഇവിടെ ആരാ എനിക്കറിയില്ല. എനിക്കൊരു പുതിയ അറിവും കിട്ടിയോ ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ള. ഇവിടെ ഒന്നും എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഇട്ടു, അങ്ങനെ ഓളെ വീട്ടിലേക്കെല്ലാം പറഞ്ഞു. ഞാൻ ഓളെ അടുത്ത് പോന്നു. അതിൽ പോലീസ് ഓളെ വാപ്പാക്ക് വിളിച്ചു പോകും, നിങ്ങളെ മോളോട് ചോദിച്ചു. മോളോട് കിടന്നുറങ്ങുന്നുണ്ട് റൂമിൽ. എന്നാൽ പോയൊക്കെ മോളോടല്ല. അപ്പോൾ പോലീസ് പറഞ്ഞു ഇവിടെ ഉണ്ട്, പോലീസ് സ്റ്റേഷനിലുണ്ട് പോരിയാറ്. ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ അത്രയും പേടിയില്ല പെൺകുട്ടിയെ കിടക്കാം. ഇങ്ങോട്ട് നിങ്ങൾക്ക് പട്ടിയെ പേടിച്ചിട്ട് വല്ല പേടിയുണ്ടോ? അപ്പോൾ പോലീസ് പിടിച്ചു. കാരണം പോലീസ് പറഞ്ഞു ഈ ബാക്കിൽ കയറ്റുന്ന അവിടെ പരിചയമില്ലാത്തവർ കയറ്റാൻ പാടില്ലല്ലോ. അറിയോ? ആ ടാക്സി വണ്ടി കുഴപ്പമില്ല, പ്രൈവറ്റ് വണ്ടിയാണെങ്കിൽ നമ്മളൊപ്പം കയറ്റുന്ന ആളാരാന്ന് ഫുൾ ഡീറ്റെയിൽസ് അറിയണം, അല്ലാത്തവർ കയറ്റാൻ പാടില്ല എന്ന്. തങ്ങൾ കേട്ടോ തങ്ങളെ? ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, എനിക്ക് അന്ന് കിട്ടിയ അറിവാണത്. ഞാൻ നിങ്ങളെ പറഞ്ഞു വണ്ടിയിൽ പരിചയമില്ലാത്തവർ കയറ്റാൻ പാടില്ല, നിയമത്തിന് തെറ്റാണത്. ഞാൻ ഇത് കേട്ടതാണത്. ടാക്സിക്ക് കുഴപ്പമില്ലായിരുന്നു, ആരും കയറ്റിൻ്റെ കയറ്റിക്കൊള്ളിട്ടോ, ഞാൻ മുടക്കല്ല. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ് ഏതാ ഈ യുഗം എന്നുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ്. ബാപ്പിമ്മി സുഖമായിട്ട് റൂമിലുണ്ട്. പോലീസിനോട് പറയാ, പോയി നോക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിലാണ്. അതാണ് കാലം. എന്നാൽ ഒരുപാട് ആളുകൾ സുബൈക്ക് കേട്ടോ, എല്ലാ പള്ളിയിലും ഇപ്പോൾ ഭയമാർക്കൊന്നുമല്ല, നല്ലോണം ആളുകളുണ്ട്. എന്നാലും വളരെ കുറച്ചേ ഉള്ളൂ. നല്ലൊരു ശതമാനം ആളുകൾ. ഞാനൊക്കെ ചിലപ്പോൾ ഇങ്ങനെ സുബൈൻ്റെ മുമ്പൊക്കെ ഇങ്ങനെ പോരേണ്ട സമയമൊക്കെ വരെ കുടിരിക്കലിനൊക്കെ ചിലപ്പോൾ നാട്ടിൽ നിന്ന് പോരുകയാണെങ്കിൽ ആ 4 മണിക്ക് 5 മണിക്കൊക്കെ നീച്ചിങ്ങനെ നടക്കണമല്ലൊക്കെ കാണാം. പള്ളിക്ക് പോകണവരൊക്കെ തഹജ്ജുദിൻ്റെ ആളുകളാണത്. പള്ളിക്ക് പോവാണ് തഹജ്ജുദിന്, അല്ലെങ്കിൽ തഹജ്ജുദ് നിസ്കരിച്ചായിട്ട് സുബൈന് വാങ്ങി കൊടുക്കണ മുമ്പ് തന്നെ പള്ളിക്ക് പോകണം. കുറേ ആളുകളെ കാണാൻ സാധിക്കലുണ്ട്. അത് കുറച്ചേ ഉള്ളൂ. ഓൽക്ക് നല്ല ഹിസാബില്ല. ഓരോടൊക്കെ ഒരു പക്ഷേ മക്കളിങ്ങനെ നോക്കി ഓരോടൊക്കെ ഇങ്ങനെ പറയും, ലാ യഹ്സനുഹുമുൽ ഫസഉൽ അക്ബർ, ആ ഗംഭീരമായ വെപ്രാളവും ബേജാറൊന്നും അവരെ പിടികൂടുകയില്ല. വതതലഖാഹുൽ മലായികത്തു, മലക്കുകൾ വന്നിട്ട് അവരെ സ്വാഗതം ചെയ്യുമെന്ത്. ഹാദാ യൗമുക്കും, ഇത് നിങ്ങൾക്കുള്ള സുദിനമാണ്. അല്ലദീ കുന്തും തുഅദൂൻ, നിങ്ങളോട് വായദ ചെയ്യപ്പെട്ടിരുന്ന ഈ ത്യാഗമൊക്കെ ചെയ്താലേ ഇങ്ങനത്തെ ഒരു സംഗതി ഉണ്ട് നിങ്ങളോട് പറഞ്ഞില്ലേ, ആ ദിവസമാണ് ഇത് എന്ന്. അത് പറയുന്ന കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മളൊക്കെ പെടുത്തട്ടെ. നോമ്പിൻ്റെ സുന്നത്ത് കിതാബ് ഏതാണ്? സ്വയമോ തുഫയാണ് ചങ്ങായി, മറക്കണ്ട. നോമ്പിൻ്റെ സുന്നത്താണ് പറയണത്.
വെറും ഖുർആൻ ക്ലാസ് പോരാ, ഫിഖ് പറയാണ് കേട്ടോളി. ഓയുസന്നു സുന്നത്താണ് എന്ന് വെച്ചാൽ യുതഅക്കദു മിൻ ഐസോമു, നോമ്പ് എന്ന നിലക്ക് മുടുക്കായിട്ട് വരും. കാരണം വൈല്ല ഫദാരിക്ക സുന്നത്തും ഫി കുല്ലി സമനി, എപ്പോഴും സുന്നത്തുള്ള കാര്യമാണ് പറയാൻ പോണത്. നോമ്പിൻ്റെ ബേസിൽ ഇത് കുറച്ച് ശക്തമായ സുന്നത്താണ് ഇനി പറയാൻ പോണ കാര്യം. അതെന്താണെന്നറിയോ? അയുക്തിറ സ്വതക്കത, സ്വതക്കനെ വർദ്ധിപ്പിക്കുക. സ്വതക്ക കൊടുക്കുക എന്നല്ല, സ്വതക്ക വർദ്ധിപ്പിക്കുക. എപ്പോഴും സുന്നത്തല്ലേ, എന്നും സുന്നത്തല്ലേ. നോമ്പിന് മുടുക്കായ സുന്നത്താണ്. ഇങ്ങോട്ട് ഇതിന് കാരണം പറഞ്ഞാൽ എന്താണെന്നറിയോ? വൽജൂദ, ഉദാരത വർദ്ധിപ്പിക്കുക. വസിയാത്ത തൗസിയത്തൽ അയ്യാലി, നമ്മുടെ ആശ്രിതരുണ്ടല്ലോ പെണ്ണുങ്ങളും കുട്ടികളും, ഓൽക്കൊക്കെ വിശാലമാക്കുക. പിസ്കര്, നല്ല ജ്യൂസും വെള്ളവും, പിന്നെ എത്തൊക്കെ നല്ലതൊക്കെ ഹെൽത്തി ആയിട്ടുള്ളതൊക്കെ കേട്ടോ. സമൂസയും പിന്നെ ഒക്കെ പറ്റുമെങ്കിൽ നല്ലതാണെങ്കിൽ ഒക്കെ വിശാലമാക്കണം എന്നാണ്. അല്ലേ, മട്ടനൊക്കെ മായിക്കോളി റൈറ്റ്, വിശാലമാക്കണം എന്നാണ് റമദാൻ മാസത്തിൽ. അപ്പോൾ ലൈസാനില്ല ദവിൽ റഹാം, നല്ല കുടുംബക്കാരിലേക്കൊക്കെ നല്ല ഉദാരത ചെയ്യുക. കുടുംബക്കാരുണ്ടാവില്ലേ, കുടുംബക്കാർക്ക് ഇതൊക്കെയാണ് പറയണത്. അതുപോലെ ജിറാൻ, അയൽവാസികൾക്കും. എന്താ കാരണം? ഖബരി സ്വയ്യാനി, ബുഖാരിൻ്റെ മുസ്ലിമിൻ്റെ ഹദീസുണ്ട്. അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കാന അജ്വദന്നാസി ബിൽ ഖൈരി, പുണ്യ നബി ആളുകളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും വലിയ ഉദാരമതിയായിരുന്നു. കേട്ടോ നിങ്ങൾ? വകാന അജ്വദുമാ യകൂനു, നബി തങ്ങൾ ഏറ്റവും വലിയ ഉദാരനാവല് ഫി റമദാന, റമദാൻ മാസത്തിലാണ് ഏറ്റവും ഉഷാറാകുക. അതപ്പോൾ ഹീന യൽഖാഹു ജിബ്രീലു, ജിബ്രീൽ അലൈഹി സ്വലാം വന്നിട്ട് റസൂലുള്ളാഹിനെ കണ്ടുമുട്ടുമ്പോൾ, എല്ലാ റമദാൻ മാസത്തിലും റസൂലുള്ളാഹിനെ വന്നിട്ട് ജിബ്രീൽ കണ്ടുമുട്ടും. ഇങ്ങോട്ടൊരു പണിയുണ്ട്, ആ പണി അടുത്ത സുന്നത്താണ്, ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ജിബ്രീലിനോട് കാണുമ്പോൾ ഭയങ്കരമായ ഉദാരമതി, ലോകത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഉദാരമതി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ്. മനസ്സിലാക്കി കൂടി. ഇങ്ങോട്ട് അതിൻ്റെ ആ സുന്നത്തിൻ്റെ ഒരു പോയിന്റ് കൂടി പറഞ്ഞുതരാം. വൽ മയന ഫി ദാലിക, അതിലുള്ള മയന എന്ന തത്വം. എന്തിനാണ് നോമ്പ് പറ്റേണ്ടത്? സദക്ക വർദ്ധിപ്പിക്കണം റമദാൻ മാസത്തിൽ. അതിൻ്റെ തത്വം എന്താണ്? തഫീഉ ഖുലൂബി സ്വായിമീന വൽ ഖായിമീന, നോമ്പ് നോക്കുന്ന നിസ്കരിക്കുന്ന ആളുകളുടെ ഹൃദയങ്ങൾ ഫുള്ളായിട്ട് കൊണ്ട് ഒഴിവാക്കി കൊടുക്കലിൽ ഇബാദത്തിലേക്ക് ബിദഫി ഹാജത്തെയും ഓല ആവശ്യങ്ങളൊക്കെ നമ്മൾ നിവർത്തിച്ച് കൊടുത്താണ്ട്. ഇത് നമ്മൾ പറഞ്ഞോ ഇന്നലെ? ഇല്ലല്ലോ. ഇന്നലെ നമ്മൾ മറ്റേതാ പറഞ്ഞത്, രസങ്ങളൊക്കെ ഒഴിവാക്കുക. അതെന്തിനാണ്? ഇബാദത്തിലേക്ക് സമ്പൂർണ്ണമായിട്ട്. ഇതെന്തിനാണ്? ഇതും അതിന് തന്നെയാണ്. കാരണം ഓൻ ഇരുത്താണെങ്കിലും ജോലിക്ക് വേണമെങ്കിൽ അവന് ഖുർആൻ ഓതി ഈത്തിക്കാഫ് ചെയ്ത് ഉത്തരക്കാനൊക്കെ കഴിയോ? ഇതൊക്കെയാണ് നോമ്പിൻ്റെ പണി. ഖുർആൻ ഓത്ത് വർദ്ധിപ്പിക്കുക, ഈത്തിക്കാഫ് വർദ്ധിപ്പിക്കുക. ഇത് പണി ചുറ്റുവലിട്ടാണ് അതിന് കൂടുതലല്ലോ. അപ്പോൾ ഒരു മിസ്കീനായ ആൾക്ക് ഫുള്ളായിട്ട് ഇബാദത്തിൽ പള്ളിയിൽ തന്നെ കുത്തിരിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഓന് നല്ലോണം ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. ഇന്നിപ്പോൾ കുറേ ആളുകൾ കിറ്റൊക്കെ കൊടുക്കുമല്ലോ. എന്നോടൊരാൾ പറഞ്ഞു, റഫീഖുൽ നാട്ടിൽ നിന്ന് പറഞ്ഞാണ്, നമ്മളൊക്കെ ഒരു സ്നേഹിതനാണ്, എനിക്ക് 3 കിറ്റ് കിട്ടുമെന്നാണ് മൂപ്പർക്കൊന്ന്, മൂപ്പർ 2 മക്കൾക്ക് ഓരോന്ന്, പിന്നെ ഒന്നും വാങ്ങേണ്ടി വരില്ല. പിന്നെ വല്ല ഇറച്ചി മീനൊക്കെ വേണമെങ്കിൽ വാങ്ങിയാൽ മതി. 3 കിറ്റ് 3 മൂല്യന്മാരാണ് റേഞ്ചിൽ നിന്ന് കിട്ടണ. ഓരോ കെയർ ഓഫിലും ഇങ്ങനെ ഇട്ടാണ് മൂല്യന്മാർക്ക് കിറ്റേ. ഇല്ലേ റഫീഖുലരെ? ചായപ്പൊടി, പഞ്ചസാര അങ്ങോട്ട് തുടങ്ങിയിട്ട് എല്ലാം. അപ്പോൾ ഓൾക്ക് പിന്നെ അതിനെക്കുറിച്ചുള്ള അന്വേഷണവും അതൊന്നും വേണ്ടല്ലോ, ഈ ഭാഗത്തൊക്കെ അങ്ങോട്ട് ലയിക്കാലോ. അതുകൊണ്ട് ഈ സ്വതക്ക വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഒരു ഭയങ്കരമാനമായ സുന്നത്താണ് എന്ന്. അടുത്ത സുന്നത്ത് കേട്ടോളി. തിലാവത്തിൽ ഖുർആൻ. ഇതും കൂടി വേണ്ടി ഞാൻ നിർത്തും. ഖുർആനോത്തിനെ വർദ്ധിപ്പിക്കുക ഫി റമദാൻ മാസത്തിൽ. അതിൻ്റെ കാരണം എന്താണ്? ഖുർആൻ ഓതുന്നല്ല, ഖുർആൻ എന്താക്കുക? വർദ്ധിപ്പിക്കുക. ഈ പറയണു അന്ന ജിബ്രീൽ അലൈഹി സ്വലാം കാന യൽക്കൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി കുല്ലി സനത്തി ഫി റമദാന, എല്ലാ റമദാനിലും ജിബ്രീൽ വന്നിട്ട് റസൂലുള്ളാഹിനെ കാണും. ഫയരിദു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ അലൈഹി, അപ്പം നബി തങ്ങൾ ജിബ്രീലിൻ്റെ മേൽ ഖുർആൻ അങ്ങോട്ട് ഓതി കൊടുക്കും. അതുവരെ കിട്ടിയ വഹിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ റസൂലുള്ളാഹി ആർക്ക് ഓതി കൊടുക്കും? അതിന് മുദാറസത്ത് എന്നാണ് പറയാം. അതും സുന്നത്തുണ്ട്. ഖുർആൻ ഒരാൾക്ക് ഓതി കൊടുക്കുക, അവന് കേൾക്കാനല്ല, നമ്മൾ ഓത്ത് ശരിയാണോ അല്ലേ നോക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫാത്തി സൂറത്തൊക്കെ വേണമെങ്കിൽ ഈ റഫീഖുലരോടോ അല്ലെങ്കിൽ മദർസ്ഥ ഉസ്താദ്മാരെയൊക്കെ ഒന്ന് കേൾപ്പിച്ചു നോക്കാം, എൻ്റെ ഫാത്തി സൂറത്ത് ശരിയാണോ, ഇതിൽ അക്ഷരങ്ങളൊക്കെ കുഴപ്പമുണ്ടോ? നല്ല പണിയാണ്. അതിനാണ് മുദാറസത്ത് അറിയാം. ഇങ്ങോട്ട് ഇതിൽ പറയാണ് ആ ഖുർആനോത്ത് വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഷർവാനി പറയാണ് ഫി കുല്ലി മക്കാന്, എല്ലാ സ്ഥലത്ത് വെച്ചും ഗൈരി നബിലുഷി, കക്കൂസ് ഒഴികെ. കക്കൂസ് നോക്കാൻ പാടില്ലല്ലോ. ഹത്തൽ ഹമാം, കുളിപ്പരയെന്ന് വരെ പറ്റും.
കുളിപ്പരിന്ന് ആ ചിലർക്ക് കുളിപ്പരിന്ന് ഖുർആൻ ഓതാൻ പറ്റുമോ, ദിക്ർ എഴുതാൻ പറ്റുമോ, ഒതുർക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് വലിയ സംശയം. കുളിപ്പരിക്ക് കുഴപ്പമില്ല. ഇനി റൂം കുളിപ്പരിയും പൗതി കക്കൂസാണെങ്കിൽ കക്കൂസിൻ്റെ വിധിയാണ്, കുളിപ്പരക്ക് അതിൻ്റെ വിധിയാണ്. അതിൻ്റെ ഇടയിൽ ചോരൊന്നും വേണമെന്നില്ല. കക്കൂസ് കുറച്ച് ഉയർത്തി വെച്ചോളൂ, അങ്ങനെയില്ല. ഇന്ന സ്ഥലത്ത് കുളിപ്പര നമ്മൾ കരുതിയാൽ കുളിപ്പര. ഒരു ടേപ്പ് കുളിച്ചാനൊക്കെ വെച്ചിട്ടുണ്ടാവുമല്ലോ, അവിടെ കുളിപ്പരയാണ്, അവിടെ ദിക്റല്ല ഒതുർക്ക ഒക്കെ ചെയ്യാം. പിന്നെ പറയണത് എന്താണെന്നറിയോ, നല്ല ശ്രദ്ധിച്ചോളൂ. ഒത്തിരിക്ക് റോട്ടൊന്നും പറ്റും, റോട്ടൊന്നും ഖുർആൻ ഓതാ. അവിടെ പറയുന്നു ഇല്ലം യുലിത്തു അൻഹ, ഓത്തിനെ തൊട്ട് അവനെ അത് അശ്രദ്ധമാക്കിയിട്ട് റോട്ടിൽ നിന്ന് ഇങ്ങനെ ഓരോ ബഹളമൊക്കെ ആകുമ്പോൾ ഈ ഓത്തിനെ പറ്റി ചിന്തിക്കാനും അതിൻ്റെ ആശയം മനസ്സിലാക്കാനൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ വേണ്ടാന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെയൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ശരിക്കുള്ള ഖുർആനോത്തും അതിൻ്റെ സുന്നത്തുമാണ്. ആ ഓതുന്നത് എന്താണെന്ന് മനസ്സിലാക്കി ചിന്തിച്ച് അങ്ങനത്തെവർക്കാണത്. നമ്മളെ സംബന്ധിച്ചൊന്നും ഇപ്പോൾ അത് കൂടുതൽ ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നണം. നമ്മളങ്ങനെ ഓതുക എന്നല്ല, നമുക്ക് അർത്ഥമൊന്നും അറിയില്ല, അറിയണ്ട കേട്ടോ, അറിഞ്ഞോളന്നില്ല, കുറച്ച് കൂലി പറയുന്നുള്ളൂ, എന്നാലും ഭയങ്കര കൂലി ഉണ്ടാവും റോട്ടിൽ. പിന്നെ പറയുന്നു ബിയ നമുക്കനോ തദബ്ബുറുഹ ഒത്തിലാവത്തു, അല്ല തദബ്ബുറിന് കഴിയണം. തദബ്ബുർ എന്നാൽ ചിന്തിക്കൽ, മനസ്സിലായില്ലേ? ഇഞ്ഞിങ്ങോട്ട് നോക്കി, ഇനി ഞാൻ പറഞ്ഞത് വെള്ളം ശ്രദ്ധിച്ചോളി, എല്ലാവർക്കും ആവശ്യമുള്ള കാര്യം. തിലാവത്ത് ഫിൽ മുസഫി അഫ്ദലു, മുസഫിൽ നോക്കി ഓതലാണ് ഏറ്റവും നല്ലത്, കാണാതെ ഓതല്ല. യുസ്തഖ്ബാൽ കിബില, കിബിലയിലേക്ക് മുന്നിടലും സുന്നത്താണ്. ഖുർആനൊക്കെ ഓതാനിരിക്കുമ്പോൾ ചിലരൊക്കെ ഏത് ചോറുമ്പിലാ ചാരിയത്, ഏത് തൂണുമ്പിലാ ചാരിച്ച് അങ്ങോട്ട് ചാര്യമാർക്കാണ്ട് ഒക്കെ പറ്റുന്നുണ്ടെങ്കിൽ കിബിലക്ക് തിരിഞ്ഞിരുന്നോളി. വൽ ജോറ് ഉറക്കം ഓതാണ് നല്ലത്. മെല്ലങ്ങനെ 100 സ്കരിക്കണമാർക്കല്ല, 1000 സ്കരിക്കണമാർക്ക് ഓതാൻ നല്ലത്. ഈ നമ്മിനെ ലോകമാനി ഉണ്ടാവില്ല. പല യുഷഫി സലാനാവി മുസ്ലിം നായ്മിന് ഉറങ്ങുമ്പോഴേക്കും നിസ്കരിക്കും ശല്യമൊന്നും ഇല്ലെങ്കിൽ ഉറക്കെ ഓതുക. വത്തിലാവത്തു ഫിൽ മുസഫി, ഈ മുസഫിൽ നോക്കി ഓതുക എന്ന് പറഞ്ഞത് വൈൻ കവിയോ ഹിഫുദുഹോ, എത്ര വലിയ ഹിഫുദുള്ളാണെങ്കിലും ആളാണെങ്കിലും അതാണ് നല്ലത്. എന്താ കാരണം? ലിഅന്നഹു യജ്മഉ ഫീ ബൈന നദരി ഫിൽ മുസഫി, മുസഫിലേക്ക് നോക്കുക എന്നുള്ളൊരു സുന്നത്തോടെ കിട്ടുന്നുണ്ട്. മൊബൈലിലേക്ക് ആകുമ്പോൾ കിട്ടില്ല കേട്ടോ. മൊബൈലിന് മുസഫിൻ്റെ വിധിയൊന്നുമില്ല, ഒരു വിധിയില്ല. ഒരു മുസാഫി എന്നല്ല പറഞ്ഞാൽ കുട്ടികൾ മുസാഫായിട്ട് വരികയാണെങ്കിൽ നമ്മൾ നീച്ചിക്കൽ സുന്നത്താണ്. അത് തുടങ്ങി ഒന്ന് വേണം. മൊബൈൽ ഒന്ന് വേണോ? മൊബൈൽ വേണോ നീച്ചിക്കണോ? മൊബൈലിൽ ഇപ്പോൾ ഒരു പേജ് ഇങ്ങോട്ട് വന്ന് യാസീനെ മറച്ചു വെച്ചു, അത് തൊടാനും കൂടി ഒന്നും വേണ്ട. യാസീൻ ഇതിലുണ്ട്. മാ കുത്തിബ ഖുർആൻ എന്ന് അതിന് പറയില്ല. ഖുർആനായിട്ട് എഴുതപ്പെട്ടു എന്ന് അതിനെന്താവില്ല, അത് കണ്ണാടിയിലൊക്കെ ഇങ്ങനെ പതിനമാർക്കാണ്. ഇപ്പോൾ ഒരു കണ്ണാടിൻ്റെ മുമ്പിലോട്ട് ഒരു മുസാഫ് ഇങ്ങനെ പിടിച്ചാൽ ആ കണ്ണാടിയിൽ ഇങ്ങനെ കാണൂലേ, അതിന് മുസാഫിൻ്റെ രീതി ഉണ്ടോ? അതേ മറക്കണം. ഇപ്പോൾ ഇതൊക്കെ ഉണ്ട്, പള്ളിയിലാണ് മുസാഫ് ഉണ്ട്, എന്നാലും ആളുകൾക്ക് ഇതാണ് എന്തായാലും നല്ല ക്ലിയറാണ് ഏക്കാരല്ലേ, അതാണ് നല്ല കോണും, അതാണ് ഏക്കാരെന്ന് വെച്ചാൽ തോന്നുന്നത്. ഒരു ലൈറ്റ് ഉണ്ടാവും, അതാന്ന് വെച്ചാൽ തോന്നുന്നത്. അല്ല ഞാൻ എന്താ പറയണേ, പിന്നെ മുസാഫിലേക്ക് നോക്കലായി ഓത്തുപോയി 2 കാര്യങ്ങളായി. എമ്പകി എന്നെ മാലും ഇത് ഹുഷൂവ തദബറുബി കിറാത്തി ഫിൽ മുസാഫി. മുസാഫിൽ നോക്കി ഓതുമ്പോൾ ഒരാൾക്ക് തദബറും ഹുഷൂവൊക്കെ കുറയാണ്. കാണാതെ ഓതുമ്പോഴാണ് ഹുഷൂ നല്ലോണം കിട്ടുന്നത്, അപ്പോൾ കാണാതെ ഓതാൻ നല്ലതെന്നും പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിഷയം അതാണ്. പിന്നെ ഖുർആൻ അങ്ങനെ ഓതുമ്പോൾ അതിൻ്റെ ചില മര്യാദയൊക്കെ പറയുന്നുണ്ട്. ഇമാം നബി തങ്ങൾ അദ്കാറിൽ ഇപ്പം ഞാൻ അള്ളാഹായിട്ട് സംസാരിക്കുക എന്നുള്ളൊരു നിലയിലാണ് ഉണ്ടാവേണ്ടത്. നല്ല ഹുഷൂ, അള്ളാഹിൻ്റെ വജു മാത്രമേ അതുകൊണ്ട് ഉദ്ദേശിക്കാൻ പാടുള്ളൂ. അള്ളാഹിൻ്റെ പോലും മാത്രം ഉദ്ദേശിക്കാൻ ഞാൻ അള്ളാഹായിട്ട് സംസാരിക്കുന്നു എന്നുള്ള ആ ഒരു നിലയിലൊരു മുനാജാത്തായിട്ട് വേണം ഖുർആൻ ഓതാൻ എന്നുള്ളതാണ്. അങ്ങനെ ആ ഖുർആനോത്ത് വർദ്ധിപ്പിക്കലും എന്താണ്, നോമ്പിന് സുന്നത്ത്. ഇനിയും നോമ്പിൻ്റെ സുന്നത്തുകളുണ്ട്, ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ പറയാം.